അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ അഭിമാനത്തോടു കൂടി, അതിലേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് പാറോപ്പടിയിൽ വളരെ ലളിതമായ രീതിയിൽ ആരംഭിച്ച് ഇന്ന് ഇത്രയും കേമമായ ഒരവസ്ഥയിലേക്ക് എത്താൻ അല്ലാഹു നമ്മുടെ അൽഫിത്രക്ക് സാങ്ഷൻ നൽകി എന്നത് വളരെ അഭിമാനത്തോടു കൂടി ഞാൻ ഓർമ്മിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നഴ്സറി വിദ്യാഭ്യാസം വളരെ സാർവത്രികമായി വന്നപ്പോൾ 3 വയസ്സ് മുതൽക്കുള്ള കുട്ടികളെ 6 വയസ്സ് വരെ പ്രീ KG, LKG, UKG, KG എന്ന് വെച്ചാൽ കിൻഡർ ഗാർട്ടനാണ്, ആ രീതിയിൽ പഠിപ്പിച്ച് സാധാ സ്കൂളുകളിലേക്ക് 5+ എന്ന അവസ്ഥയിൽ പറഞ്ഞയക്കുന്ന ഒരവസ്ഥയാണ് കേരളത്തിൽ നിലവിലുള്ളത്. നമ്മുടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് എല്ലാ വിദ്യാഭ്യാസത്തിൻ്റെയും കൂടെ ദീനീപരമായ ഒരു ടിഞ്ച് ഉണ്ടാവണം എന്നത് നിർബന്ധമാണല്ലോ. ബിസ്മി ചൊല്ലിക്കൊണ്ടായാലും അല്ലെങ്കിലും ഭക്ഷണം കഴിക്കാൻ കഴിയും. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. എത്ര കാലം അതിനൊക്കെ നമുക്ക് കഴിയും എന്നുള്ളത് ഒരു ആശങ്കാജനകമായ കാര്യമാണ്. എങ്കിലും ആസ് സച്ച് അതിനൊന്നും ഇപ്പോൾ പ്രയാസമില്ല. അല്ലാഹു അത് നിലനിർത്തി തെരുമാറാവട്ടെ. ഈ രീതിയിൽ കുട്ടികൾക്ക് ഒരു ഇസ്ലാമിക ബോധം, ഇസ്ലാമിക് മാനേഴ്സിനെ പറ്റിയുള്ളൊരു ധാരണ, ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലുമുള്ള മാനേഴ്സ് ആൻഡ് മെത്തേഡ്സ്, ഇതൊക്കെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരവസ്ഥ സാധാ നഴ്സറികളിൽ കിട്ടുന്നില്ല. അവിടെ അതിനോട്ട് കഴിയുകയുമില്ല. എല്ലാവരും മുസ്ലിങ്ങളല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകമായ ഈ രീതിയിലൊരു ശിക്ഷണം നൽകുന്ന സിസ്റ്റമാണ് നമ്മുടെ അൽഫിത്ര. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ ക്ലാസ്സിലും 2 ടീച്ചേഴ്സ്, ഒരു ഹെൽപ്പർ, ആ രീതിയിലാണ് ക്ലാസ്സുകളുള്ളത്. കുട്ടികൾക്ക് കഴിയുന്ന എല്ലാവിധ ഏർപ്പാടുകളും സാധാ ഒരു സ്കൂളിൽ നടക്കുന്നതിനേക്കാൾ കവിഞ്ഞ തോതിൽ ലഭിക്കുന്നുണ്ട് എന്നത് നേരത്തെ കാണിച്ച ഷോയിൽ നിന്ന് നിങ്ങൾക്ക് എവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ വളരെ ലളിതമായി തുടങ്ങിയ ആ അൽഫിത്രയുടെ 10ാമത്തെ വാർഷികമാണിത്. 400-ൽ പരം ചെറിയ മക്കൾ, അവരിൽ ഏറ്റവും ആദ്യം പഠിച്ച കുട്ടി, അതിൽ എൻ്റെ പേരക്കുട്ടിയും പെടും, അവരിപ്പോൾ 7ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞു. 10 കൊല്ലം കൊണ്ട് 7ാം ക്ലാസ്സിലാണ് അവരെത്തുക. 3ാമത്തെ വയസ്സിലാണല്ലോ തുടങ്ങുന്നത്. അങ്ങനെയുള്ള ആ നഴ്സറിയുടെ അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂളിൻ്റെ ദശവാർഷികം ആണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതിനെ മാറ്റുരയ്ക്കാനായും ഇതിനെ പ്രൗഢി കൂട്ടാനായും എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഈ ട്രസ്റ്റിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്യൂർ ഹാർട്ട്സ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് എന്ന ഒരു രജിസ്റ്റേർഡ് ട്രസ്റ്റാണ് പാറോപ്പടിയിൽ ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയുള്ളത്. ഈ വർഷം അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടി നമ്മൾ 1ാം ക്ലാസ്സിലേക്ക് കൂടി പ്രവേശനം കൊടുക്കുകയാണ്. അത് LP ഏത് ക്ലാസ്സിൽ വെച്ചാണോ അവസാനിക്കുന്നത് അവിടെ വെച്ച് നിർത്തുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ള രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചിലപ്പം 4ാം ക്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ പുതിയ വിദ്യാഭ്യാസ സിസ്റ്റം അനുസരിച്ച് 5ാം ക്ലാസ് ആയിരിക്കാം. ഏതായാലും ഒരു 5 വർഷത്തേക്കുള്ള വകുപ്പ് ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. കഴിയുന്നത്ര ആളുകൾ ആ പരിപാടികൾ ഉപയോഗിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സാധാ സ്കൂളിന് പുറമെ കുട്ടികൾക്ക് കുറേ ഖുർആനുമായി ബന്ധപ്പെട്ട, മാനേഴ്സുമായി ബന്ധപ്പെട്ട, റിച്വൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കിട്ടും എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ട്രസ്റ്റിൻ്റെ ചെയർമാൻ എന്ന നിലക്ക് വാക്ക് തരികയാണ്. ഇവിടെ നമ്മുടെ പരിപാടികൾക്ക് കുറച്ച് നേരത്തെ മുതൽക്ക് പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ
മറ്റ് സ്കൂളുകളിലുള്ളതുപോലെ തന്നെ നമുക്കും ഇതിനൊരു PTA ഉണ്ട്. വളരെ ചെറിയ ക്ലാസ് കുട്ടികളാണെങ്കിൽ പോലും വളരെ ഇഫക്റ്റീവായിട്ട് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു PTA നമുക്കുണ്ട്. ഞാനതിനെ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ഒത്തുചേരലിന് അധ്യക്ഷം വഹിക്കുന്നത് PTA പ്രസിഡൻറ്റ് മിസ്റ്റർ ഹുസൈൻ സാഹബാണ്. അദ്ദേഹത്തെ ഞാൻ തുറന്ന മനസ്സോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സ്കൂളിനെ പറ്റി ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്, കഴിഞ്ഞ 10 വർഷവും നമ്മുടെ കുട്ടികൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള നമ്മുടെ പ്രിൻസിപ്പൽ KP നൗഷിദയാണ് പ്രിൻസിപ്പൽ. അവർ നമ്മുടെ സ്കൂളിനെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും ഇൻഷാ അല്ലാഹ്. ഈ പരിപാടിയുടെ ഇനാഗറൽ സ്പീച്ച് നടത്തുന്നത് എൻ്റെ വളരെ പ്രിയപ്പെട്ട സ്നേഹിതൻ എന്നും പറയാം, എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എന്നും പറയാം. ആദ്യത്തിൽ സ്റ്റുഡൻ്റാണ്, പിന്നെ സ്നേഹിതനായതാണ്. ഡോക്ടർ സഹീർ അലിയാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ചീഫ് ഗസ്റ്റായിട്ട് ഡോക്ടർ ഫർഹാൻ നൗഷാദ് മോട്ടിവേഷണൽ സ്പീക്കർ എത്തിയിട്ടുണ്ട്. അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കുട്ടികളിൽ 3-ാമത്തെ വയസ്സ് മുതൽക്ക് ചേരുന്നവരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവർ 6-ാമത്തെ വയസ്സിൽ സ്കൂൾ വിട്ടു പോകുമ്പോഴേക്ക് 2-3 തവണ ഖുർആൻ പൂർണ്ണമായും ഓതി തീർത്ത് ഖത്തം തീർത്ത ധാരാളം കുട്ടികൾ നമ്മൾക്ക് ഉണ്ടാവാറുണ്ട്. ഒരുവിധം കുട്ടികളൊക്കെ ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും ഖത്തം തീർക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അവർക്കുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ ഈ വേദിയിൽ വെച്ച് നടത്തുന്നതാണ്. ഞങ്ങളുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ പരിസര പ്രദേശങ്ങളിലും അല്ലാതെയുമുള്ള 10 പേരോളമുണ്ട്. അതിലിവിടെ ഹാജരായിട്ടുള്ളവർ എല്ലാവർക്കും ഒന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല. അന്ന് മിസ്റ്റർ മുഹമ്മദ് അലി സാഹിബ്, PP മുഹമ്മദ് അലി, മുഹമ്മദ് ഷഫീഖ്, മുഹമ്മദ് ഷമീർ, അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. പിന്നെ സൈഫുദ്ദീൻ, ഇവരെല്ലാവരെയും ഞാൻ തുറന്ന മനസ്സോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ പ്രസീഡിയം PTA വൈസ് പ്രസിഡൻസ്, വൈസ് പ്രിൻസിപ്പൽ, മാനേജ്മെൻറ്റ് മെമ്പേഴ്സ് ആൻഡ് സ്കൂൾ സൂപ്പർവൈസർ ചേർന്നതാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രധാനമായി ഇവിടെ നിങ്ങളുടെ മുന്നിൽ പലജാതി പരിപാടികൾ അവതരിപ്പിക്കാൻ എത്തിയിട്ടുള്ള നമ്മുടെ കൊച്ചുമക്കളെയും അവരുടെ പരിപാടികൾ കാണാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അവരുടെ പേരൻസിനെയും ഗ്രാൻഡ് പേരൻസിനെയും ഏറ്റവും ഉചിതമായ രീതിയിൽ, നല്ല എളിയ രീതിയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. നമ്മുടെ ആമുഖ പ്രസംഗം നടത്തിയ നമ്മുടെ ചെയർമാൻ അബ്ദുൾ റസാഖ് സാർ, പിന്നെ സ്കൂളിനെ പ്രിൻസിപ്പൽ സ്കൂളിനെ കുറിച്ച് സംസാരിക്കാം നൗഷിദ മിസ്, പിന്നെ ഇനാഗ്രേഷൻ സ്പീച്ച് നമ്മുടെ ചെയർമാൻ CM ഗുരുകൾ ഷാഫി ദാവാഖാന, ഡോക്ടർ സഹീർ അലി, ചീഫ് ഗസ്റ്റ് ഡോക്ടർ ഫർഹാൻ നൗഷാദ്, പിന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് അംഗങ്ങൾ മുഹമ്മദ് അലി സാർ, ഷഫീഖ് സാർ, പിന്നെ PTA വൈസ് പ്രസിഡൻസ്, പിന്നെ PTA മെമ്പേഴ്സ്, അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ രക്ഷിതാക്കളും, പിന്നെ നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ആൻഡ് ആൻറ്റിമാർ, പിന്നെ അതുപോലെ നമ്മുടെ പിഞ്ചോമന മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന തന്നെ ആനുവൽ ഡേ, എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. കാരണം സ്കൂളിൻ്റെ 10ാം വാർഷികം കൂടിയാണ്. അതോടനുബന്ധിച്ച് തന്നെ നമ്മളിവിടെ ഒരുപാട് പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട്. സ്കൂൾ അലൂമിനി മീറ്റ്, ഗ്രാൻഡ് പാരൻസ് മീറ്റ്. അപ്പോൾ ഇതിവിടെ വന്നിരിക്കുന്ന പലരും ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഉണ്ട് സ്കൂളിൻ്റെ. അവരെല്ലാവരും ഇത് മുമ്പ് സ്കൂളിൽ വന്നൊരു പരിപാടി കഴിഞ്ഞ് പോയതാണ്.
അതേപോലെ തന്നെ നമ്മളെ അലൂമിനി മീറ്റ് മുമ്പ് ഇവിടുന്ന് പഠിച്ചു 10 വർഷമായി പോയ കുട്ടികളും എല്ലാവരെയും വെച്ചിട്ട് ഞങ്ങളൊരു പ്രോഗ്രാമൊക്കെ നടത്തിയിരുന്നു സ്കൂളിന് വേണ്ടിയിട്ട്. പിന്നെ ഇന്നിപ്പോൾ നമ്മളെ പിരിച്ച് 3 വർഷം കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് പോകുന്ന കുട്ടികളുടെ ഖത്മുൽ ഖുർആൻ കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഖുർആൻ പാരായണം, അത്രയ്ക്കും ആ കുട്ടികൾ ഇരുന്ന് ഓതുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം നമ്മളൊക്കെ ചെറുപ്പകാലത്ത് തന്നെ ഇതുപോലെയൊന്നും ഇരുന്ന് ഓതാനോ മറ്റും ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഞങ്ങളൊക്കെ മദ്രസയിൽ പോകുന്നത് തന്നെ 5 വയസ്സ് 6 വയസ്സാവും. സ്കൂളിൻ്റെ കൂടെ തന്നെ മദ്രസയിൽ പോവുക, ജസ്റ്റ് ഒരാവശ്യപ്രകാരം മദ്രസയിൽ പോവുക വരിക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ കുട്ടികൾ ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ, അവരുടെ ഓരോ കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും അറിയാം. കാരണം അത്രക്കും നമ്മുടെ കുട്ടികൾ വീട്ടിൽ നിന്ന് ഖുർആൻ ഓതുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു വല്ലാത്ത സന്തോഷമാണ്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ മോളെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ തന്നെ ഞാൻ വേറെ സ്കൂളുകളൊക്കെ അന്വേഷിച്ച് പോയതായിരുന്നു. ആ സമയത്താണ് നമ്മൾ അൽഫിത്ര 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഖുർആൻ അധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്നു എന്നുള്ളത് അറിഞ്ഞത്. കാരണം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് തന്നെ മറ്റുള്ള വിദ്യാഭ്യാസങ്ങളിലേക്കും നമ്മുടെ കുട്ടികൾ മുന്നോട്ട് പോകും എന്നുള്ളൊരു സന്തോഷ വാർത്ത അങ്ങനെ കേട്ട സമയത്ത് തന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് എൻ്റെ മോൾക്ക് 3.5 വയസ്സ് കഴിഞ്ഞിരുന്നു. നെക്സ്റ്റ് ഇയറിലേക്ക് 4 വയസ്സാവും. അപ്പം സ്കൂളിൽ ചേർത്താൻ കഴിയില്ല എന്നുള്ള ഇതൊക്കെ കേട്ടിരുന്നു. കാരണം 6 വയസ്സ് കഴിഞ്ഞ് പിന്നെ 7 വയസ്സാവും കുട്ടി ഇറങ്ങുമ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെ ആ ഇത് ഞാൻ നിർത്തിവെച്ചു. ആ സമയത്ത് തന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവളെ മകനിവിടെ പഠിച്ചിറങ്ങിയതാണ്. അപ്പോൾ വീണ്ടും വേറൊരു കുട്ടി പഠിക്കുന്നുണ്ട്. അപ്പോൾ പഠിച്ചിറങ്ങിയ മോന് അവൾ സ്റ്റാറ്റസ് വെച്ചായിരുന്നു അൽഫിത്ര പാറോപ്പടിനെ കുറിച്ചിട്ട്. അപ്പോൾ അവൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ സ്കൂളിനെ കുറിച്ച് തന്നെ നല്ല കാര്യങ്ങൾ അവളിൽ നിന്ന് ഞാൻ കേട്ടു. കാരണം കുട്ടി ഖുർആൻ പഠിച്ചു കഴിഞ്ഞത് തന്നെ വീട്ടിൽ നിന്ന് ഇപ്പോഴും 2ാം ക്ലാസ് 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ കുട്ടി എല്ലാ ദിവസവും വൈകിട്ട് വീട്ടിൽ വന്ന് മഗ്‌രിബ് നിസ്കാരാനന്തരം ഖുർആൻ ഓതാ. നമ്മളൊക്കെ കാലത്ത് ഉമ്മയും വാപ്പയൊക്കെ നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് ഓതിപ്പിക്കേണ്ടി വരും. പക്ഷേ ഇന്നത്തെ കാലം കുട്ടികൾ വീട്ടിലിരുന്ന് ഓതും എന്നുള്ളതൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിന് സന്തോഷം. എത്രയും പെട്ടെന്ന് എൻ്റെ കുട്ടീനെ ഇവിടെ ചേർത്തണം എന്നുള്ള ആഗ്രഹപ്രകാരം ഞാൻ സ്കൂളിൽ അന്വേഷിച്ച് വന്നു. അപ്പോൾ ഞാൻ അതുപോലെ പലതരം സ്കൂൾ 2-3 അൽഫിത്രയിൽ പോയ സമയത്തൊക്കെ അവർ ചേർത്താൻ കഴിയില്ല എന്ന് എന്നോട് പറഞ്ഞ്. പക്ഷേ അൽഫിത്ര പാറോപ്പടിയിൽ എത്തിയപ്പോൾ തന്നെ നമ്മളെ സ്റ്റേജിലൊക്കെ സ്ഥിരം മുഖമായ എല്ലാവർക്കും അറിയാലോ, നമ്മളെ ജബ്ബാർ ഖാൻ എല്ലാവർക്കും അറിയാലോ, നമ്മളെ ഫ്രണ്ട് ഓഫീസിലുണ്ടാകുന്നത്. ജബ്ബാർ ഖാൻ ചിരിച്ചുകൊണ്ട് തന്നെ വരവേറ്റിട്ടാണ് പറഞ്ഞത്, അതൊന്നും പ്രശ്നമല്ല, ഞങ്ങൾ ചേർത്തിക്കോളൂ, കുട്ടിക്ക് 1 വയസ്സ് പോയാലെന്താ, വിദ്യാഭ്യാസം നല്ലൊരു ഖുർആൻ വിദ്യാഭ്യാസം കിട്ടും എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം അവിടുന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി. ആ സമയത്ത് തന്നെ ഞാൻ വീട്ടിലേക്ക് വൈഫിനെ വിളിച്ച് പറയുകയും നമ്മളെ കുട്ടീനെ ഇവിടെ തന്നെ ചേർത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ചേർത്ത് ഈ സ്കൂളിൽ വന്ന സമയത്തൊക്കെ തന്നെ നമ്മളെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ സമയത്ത് നബീൽ സാർ പറഞ്ഞിരുന്നു, സ്കൂളിൽ കുട്ടികളൊക്കെ ഈ സമയത്ത് കരച്ചിലൊക്കെ ആയിരുന്നു സ്റ്റാർട്ടിങ് വന്ന സമയത്ത്. പക്ഷേ നമ്മളെ സ്കൂളിലത്തെ ആൻറ്റിമാർ ടീച്ചർമാരെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല, കുറച്ച് 1-2 മാസം കഴിഞ്ഞാൽ തന്നെ കുട്ടി യാദൃശികമായിട്ട്, അല്ലെങ്കിൽ സ്കൂൾ ഒരു 4-5 മാസം കഴിയുമ്പോഴത്തേക്ക് യാദൃശികമായിട്ട് ആ കുട്ടി ഈ സ്കൂളിൽ തന്നെ വരണം എന്ന് പറഞ്ഞ് കരയുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒരു വെറുതെ പറയുന്ന ഒരു മെത്തേഡാണെന്ന് വിചാരിച്ച്. പക്ഷേ മുന്നോട്ട് പോകുന്ന 2-3 ദിവസം കുട്ടി ഭയങ്കര, എൻ്റെ മോള് നല്ല കരച്ചിലായിരുന്നു, എനിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു സ്കൂളിൽ ഇട്ടേച്ച് പോകുന്നത് അറിയുമ്പോൾ. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് ഇപ്പോൾ ഇന്നും മോൾക്ക് സ്കൂളിൽ വരണമെന്നാണ്. ഇപ്പോൾ ഖുർആനൊക്കെ ഓതാന്ന് തന്നെ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഓളൊരു ഖുർആൻ ഒരായത്ത ഓതുന്നെങ്കിൽ തന്നെ ഞാൻ വേറൊരായത്ത് ഓതിയാൽ പറയും അത് ആ സൂറത്തല്ല, ഇപ്പൊക്കെ അറിയില്ല, അത് വേറെ സൂറത്താണ്, ആ സൂറത്തിൻ്റെ പേരടക്കം നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരുന്ന ഘട്ടത്തിലേക്ക് എത്തി. പിന്നെ തന്നെ വീട്ടിലെന്ത് കുരുത്തക്കേട് കളിച്ചു കഴിഞ്ഞാലും വൈഫ് ആദ്യം മോളോട് പറയുക, എന്നെ നാളെ മുതൽ സ്കൂളിൽ വിടൂല, മറ്റേ അംഗനവാടി പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് കുട്ടീനെ പേടിപ്പിക്കുകയും, പക്ഷെ അവൾക്ക് സ്കൂളിൽ എത്തണം എന്നുള്ളതുകൊണ്ട് ആ കുരുത്തക്കേട് ഒഴിവാക്കി അവിടെ റെഡി ആയിട്ട് ഇരിക്കും. പഠിപ്പിക്കുമ്പോഴൊക്കെ പേടിപ്പിക്കാതെ സ്കൂളിലേക്ക് വിടൂല എന്നുള്ളത്. കാരണം അത്രയും നല്ലൊരു വിദ്യാഭ്യാസം നമ്മുടെ അൽഫിത്രയിൽ നിന്ന് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ സ്കൂളിലെ ടീച്ചേഴ്സ് ആൻറ്റിമാർ ഒന്നും പ്രത്യേകിച്ച് അവരെക്കുറിച്ച് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം അത്രയും നല്ല രീതിയിൽ അവർ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മളെ കുട്ടികളെ. പിന്നെ ആൻറ്റിമാരൊക്കെ തന്നെ അവരുടെ കെയറിങ് കൊണ്ടാണല്ലോ കുട്ടി എത്രയും പെട്ടെന്ന് നമുക്ക് ഈ സ്കൂളിൽ എത്തിച്ചേരണം എന്നുള്ളതൊക്കെ കുട്ടി പറയുന്നത് തന്നെ അവരുടെ ഒരു പഠന മികവ് കൊണ്ടാണ്, പഠിപ്പിക്കുന്ന മികവ് കൊണ്ടാണ് അത് എത്തിപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് മുമ്പ് പഠിച്ചു പോയൊരു കുട്ടീൻ്റെ റിലേറ്റീവ് അവർ പറഞ്ഞതും വേറെ അൽഫിത്രയിൽ പോയപ്പം തന്നെ അവർക്ക് ആ സ്കൂളിനെ കുറിച്ച് തീരെ താല്പര്യമില്ല. അപ്പോൾ അവർ വർത്തമാനം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. കാരണം എന്താ, മറ്റുള്ള സ്കൂളുകളിനെ കാട്ടി എത്ര നല്ല രീതിയിലാണ് നമ്മളെ പാറോപ്പടിയിലെ ടീച്ചേഴ്സും ആൻറ്റിമാരും പഠിപ്പിക്കുന്നത്. അവർക്കൊക്കെ പ്രത്യേക അഭിനന്ദനം നൽകിയില്ലെങ്കിൽ തന്നെ അത് മോശമാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ സ്കൂളിൽ എത്തിച്ചേർന്ന സമയത്ത് തന്നെ ഇപ്പം PTA പ്രസിഡൻ്റാണ് സ്കൂളിൻ്റെ.
അവരെത്തിയ സമയത്ത് തന്നെ എന്നെ പിടിച്ച് PTA കമ്മിറ്റിയിൽ ചേരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ടല്ല വന്നത്. PTA കമ്മിറ്റി പോലും തരില്ല, കാരണം എൻ്റെ ജോലി തിരക്ക് അത്ര ആയിരുന്നു. വീട്ടിൽ നിന്ന് തന്നെ പറയാറുണ്ട് അവനക്ക് ഒന്നിനും സമയമില്ല. അങ്ങനെ സമയമില്ലാത്ത തന്നെ പിടിച്ച് വരെ PTA പ്രസിഡൻ്റ് ആക്കുമ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളൊന്നും പേടിക്കണ്ട, എല്ലാത്തിനും കൂടെ ഞങ്ങളുണ്ടാവുന്നത്. പക്ഷേ പല സ്ഥലങ്ങളിലും ഓരോ സ്ഥാനങ്ങളിൽ നിന്ന സമയത്തൊക്കെ എല്ലാം എൻ്റെ തലയിൽ തന്നെ ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ PTA എന്ന് പറഞ്ഞാൽ എൻ്റെ PTA കൂടെയുള്ള PTA മെമ്പേഴ്സ് അത്രക്കും കട്ടക്ക് കൂടെ നിൽക്കുന്ന മെമ്പേഴ്സാണ്. കാരണം എല്ലാ കാര്യത്തിനും എന്താവശ്യത്തിനും അവർ മുന്നിൽ നിന്നോളൂ. എനിക്ക് അതിൻ്റെ മുകളിൽ നേതൃത്വം എന്നുള്ള ലെവലിൽ നിന്ന് കൊടുത്താൽ മതി. അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, ചെയ്തു കൊടുക്കേണ്ട ഒരു ബുദ്ധിമുട്ടേ വന്നിട്ടുള്ളൂ. അത്രയും കൂടെ നിൽക്കുന്ന PTA മെമ്പേഴ്സാണ്. കാരണം എല്ലാ പരിപാടിക്കും ഇതുവരെ നമ്മൾ 2-3 പരിപാടി കഴിഞ്ഞ് എല്ലാത്തിനും രാത്രിയൊക്കെ ഒരുപാട് കാത്തിരുന്നിട്ടാണ് അവർ ഇവിടുന്ന് പോയത്, പരിപാടികൾ കഴിക്കാനും ക്ലിയർ ആക്കാനൊക്കെ തന്നെ. ഇന്നലെ ഇപ്പം കുറച്ച് നേരത്തെ ഇവിടുന്ന് പോയത്, ഇവിടെ സ്കൂള് JDT നേരത്തെ ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ പോയില്ലെങ്കിൽ ഇന്നലെ രാത്രി 12-1 മണി വരെ ഇവിടെ നിന്നിട്ട് അവർ പോവുള്ളായിരുന്നു. അതിൽ തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട 2 പേരുണ്ട്. അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. കാരണം നമ്മളെ PTA മെമ്പേഴ്സ് എല്ലാവരും ഒരുപോലെ ഇവിടെ നിന്നിട്ട് നമ്മളെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഉറക്കൊഴിച്ചു എല്ലാ ലെവലിലും നമ്മളെ കൂടെ നിന്നിട്ടുണ്ട്, എല്ലാ മെമ്പേഴ്സും. അതിൽ 2 മെമ്പേഴ്സ് ഒന്ന് വൈസ് പ്രസിഡന്റ്, നമ്മളെ PTA വൈസ് പ്രസിഡന്റ് യാസ്മിനെ, പിന്നെ ഫെമിത. ഇവർ 2 പേരും ഒരുപാട് കാലമായി സത്യം പറഞ്ഞാൽ വെറുപ്പിക്കുകയായിരുന്നു. ഫോണിൽ 2 ആൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് മെസ്സേജ് അയക്കും, നമ്മളെ പരിപാടി എന്തായി, നിങ്ങൾ നടത്തണ്ടേ നമുക്ക്, അത് പറഞ്ഞ് ഇങ്ങനെ കൂടെ ഇല്ലല്ലോ. ലാസ്റ്റ് ഞാൻ 2 ഗ്രൂപ്പ് ഉണ്ടാക്കി. ഓരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ പറയാനുള്ളല്ലേ ഇതിൽ പറഞ്ഞോളൂ, ഞാൻ അതിനുള്ള മറുപടി തരാം. അങ്ങനെ കൂടെ നിന്ന് അവർ 2 പേരും നമ്മളെ പരിപാടിക്ക് വേണ്ടിയിട്ട് അത്രയും നിന്നിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള മെമ്പേഴ്സൊന്നും കുറച്ച് കാണല്ല, എല്ലാവരും കൂടെ നിന്നിട്ടുണ്ട്. അതുപോലെ ഇന്ന് തന്നെ നമ്മളിവിടെ ഒരുപാട് വളണ്ടിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഓരോ മക്കളെ പരിപാടി കാണുന്നതിലപ്പുറം PTA മെമ്പേഴ്സും വളണ്ടിയേഴ്സും എല്ലാവരും കൂടെ നിന്നിട്ട് ഈ പരിപാടി വിജയകരമായി നടത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മളെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ എന്നുള്ള ലെവലിലല്ല നിൽക്കുന്നത്. പ്രിൻസിപ്പളെല്ലാം ആണെങ്കിൽ പോലും കുട്ടികളുടെ കൂടെ കളിച്ച് നടക്കുക. അതുപോലെ നമ്മളെ ജബ്ബാർക്കനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ജബ്ബാർക്ക കുട്ടികളെ ചീത്ത പറയാൻ നിൽക്കും, പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ചിരിക്കും. എവിടെ കണ്ടാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മുഖമാണ്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ടീച്ചേഴ്സും ആൻറ്റിമാർ, പിന്നെ നമ്മളെ മാനേജ്മെൻറ്റ് കൂടെ എല്ലാത്തിനും നിന്ന് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ പ്രത്യേകം മാനേജ്മെൻറ്റിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരാളാണ് നമ്മളെ റസാഖ് സാറ്. എന്തിനും നമ്മളെ സ്കൂളിൽ പണി 1-ാം ക്ലാസ്സിലേക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രഷർ ചെയ്യുക റസാഖ് സാറാണ്. മീറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ റസാഖ് സാറ് പ്രത്യേകം അവിടുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കും. റസാഖ് സാറ് അതിനു വേണ്ടി എല്ലാത്തിനും നമ്മളെ കൂടെ നിന്ന് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ എൻ്റെ മറ്റേ സ്കൂളിൻ്റെ എല്ലാ ടീച്ചേഴ്സിനൊക്കെ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ അടുത്ത സമയം നമുക്ക് കുറവായതിനാൽ തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി. സമാദരണീയനായ എൻ്റെ ഗുരുനാഥൻ റസാഖ് മാസ്റ്റർ അവർക്ക്, PTA പ്രസിഡന്റ് ഹുസൈൻ സാർ, പ്രിൻസിപ്പൽ നൗഷിദ, നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ഫർഹാൻ നൗഷാദ്, അതുപോലെ വേദിയിൽ ഉപവിഷ്ടരായ ഈ സ്കൂളിൻ്റെ ഏറ്റവും നല്ല സാരഥികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ പിഞ്ചുകുട്ടികളെ, ഞാൻ ഇവിടെ വന്ന സമയത്ത് തന്നെ വരാനുള്ള കാരണം എനിക്ക് എല്ലാവർക്കും അറിയാം, റസാഖ് മാഷാണ്. അപ്പോൾ സാർ എനിക്കൊരു പട്ടം കൂടി തന്നു. സാറിൻ്റെ ഒരു കൂട്ടുകാരൻ എന്നുള്ള രൂപത്തിൽ. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അത്ര വയസ്സില്ല. സാറിന് 72 ആണെങ്കിൽ എനിക്ക് 50 ഉള്ളൂ. പിന്നെ വരാൻ നിർബന്ധം ആവുന്നൊരു ഘടകമുണ്ട്. കാരണം സാറിൻ്റെ പണ്ടത്തെ ഒരു നുള്ളുണ്ട്, അത് കിട്ടിയ പലരും ഇവിടെ എൻ്റെ മുമ്പിലുണ്ടാവും. കാരണം പലർക്കും വളരെ വിദഗ്ധമായി കിട്ടിയ ഒരു നുള്ളാണത്. അത് 1981 82 കിട്ടിയ നുള്ളി ഇപ്പോഴും ചെവിയിലും കയ്യിൻ്റെ മുകളിലുമുണ്ട്. അപ്പോൾ അത്രയും ലോങ് ആയിട്ടുള്ള നുള്ളാനുള്ള കഴിവുള്ള റസാഖ് മാഷക്ക് 10 വർഷം ഈ ഒരു സ്ഥാപനം വളരെ നല്ല രൂപത്തിൽ നടത്താൻ കഴിയുമെന്നുള്ള ഉദാഹരണമാണ് ഈ എല്ലാ മുഖത്തും കാണുന്ന ഈ പ്രസന്നത. ഈ നിറഞ്ഞ ചിരിയോടെ, നിറഞ്ഞ സന്തോഷത്തോടെ കൂടിയാണ് നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നതെന്ന് നിങ്ങളെ നോക്കിയാൽ അറിയാം. ഇവിടെ സുദീർഘമായൊരു പ്രസംഗം നടത്തി പോകാനുള്ള ആളല്ല ഞാൻ. കാരണം ഞാൻ ഇതിൻ്റെ ഒരു വക്താവാണ്. കാരണം ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ JDTയിലാണ്. 1989 വരെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ
അന്ന് കാണുന്ന എല്ലാ സാറന്മാരെയും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഒട്ടുമിക്ക റസാഖ് മാഷടക്കം ആലിമാഷടക്കം ഒരുവിധം നാരായണ നമ്പൂരി സാറടക്കം എല്ലാവരെയും നമ്മൾ അന്ന് കണ്ട അതേ റെസ്പെക്റ്റോടു കൂടി ഇന്ന് കാണുന്നുണ്ട് എന്നുള്ളൊരു സമാധാനവും തിരിച്ചവർക്കൊരു പിതൃതുല്യനായ ഒരു സ്നേഹം തരാൻ കഴിയുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷവും നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. നമ്മളിന്ന് കാണേണ്ട ഒരു വിഷയം, നമ്മൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാവിധ കാര്യങ്ങളും നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അണുകുടുംബമാണ്, മാക്സിമം 2, 3, 4 കുട്ടികൾ, അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ഇതിനെപ്പറ്റി വിശദമായി നമ്മുടെ കൗൺസിൽ സംസാരിക്കും. എന്നാലും ഇത്തരം രോഗികൾ എൻ്റെ കൂടെ വരുന്ന പല പാരൻസിൻ്റെ അവസ്ഥ ഞാൻ കാണുന്നത്, ഈ കുട്ടികളെ അവർ ഈ പറഞ്ഞ നല്ല ബേസ്മെൻറ്റ് രൂപത്തിൽ കൊടുക്കും. ഇപ്പം ഞാൻ കേട്ടത് 6 വയസ്സ് വരെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം അൽഫിത്രന്ന് കൊടുക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അത് കഴിയുന്ന പരമാവധി എല്ലാ പാരൻസും ഒരു 2 വർഷവും കൂടി നിർബന്ധമായിട്ടും ഇതിൻ്റെ ഭാഗമായിട്ട്, ഇപ്പോൾ എന്തായാലും 1-ാം ക്ലാസ് തുടങ്ങിയെന്ന് അറിഞ്ഞ സന്തോഷമുണ്ട്. കാരണം 8 വയസ്സിലാണ് കുട്ടികളുടെ ബ്രെയിൻ ഏകദേശം ഒരു 90% കംപ്ലീറ്റ് ആവുക. ആ 8 വയസ്സ് വരെ നിങ്ങൾ കൊടുക്കുന്ന എന്തെല്ലാം ഫീഡിംഗ് ഉണ്ടോ അതെല്ലാം അവർക്ക് ലൈഫ് ലോങ് അവരെ കയ്യിലുണ്ടാവും. അത് നല്ല രൂപത്തിൽ കൊടുക്കാൻ വേണ്ടിയാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാവുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത നമ്മൾ എല്ലാവർക്കും അറിയാം. അൽഫിത്ര പോലെ ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമിൽ 10 വർഷം എല്ലാ രൂപത്തിലും ഇസ്ലാമിക ചിട്ട വട്ടങ്ങൾ കൊണ്ട് എല്ലാ രൂപത്തിലും തികഞ്ഞൊരു സ്ഥാപനം. പക്ഷേ അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ കുട്ടികളെല്ലാം വളരെ വളരെ ക്യൂട്ടാണ്, വളരെ നല്ല കുട്ടികളാണ്. ഒരു കുട്ടികൾ പോലും മോശമില്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ജനിച്ചു വരുന്ന ഒരു കുട്ടി പോലും മോശമില്ല. അവരെ മോശമാക്കുന്നത് പല ഘടകങ്ങളുമാണ്. ആ ഘടകങ്ങളിൽ ആദ്യത്തെ ഘടകം ഞാൻ കാണുന്നത് വിഷയം, നമ്മൾക്ക് ഈ കാണുന്ന സംസ്കാരം നമ്മൾ വീട്ടിൽ ഓരോ ആളുകളും ഉണ്ടോ എന്ന് നെഞ്ഞത്ത് കൈവച്ച് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഈ കുട്ടികൾ വളരുന്ന സംസ്കാരം വളരെ നല്ല, ഞാൻ വന്ന സമയത്ത് അൽഹംദുലില്ലാ അവർ ഓരോ ഖുർആൻ്റെ ഒരു ആയത്ത് ഓതുമ്പോൾ തിരിച്ചവർ ഓതുന്ന അതിൻ്റെ തൊട്ടടുത്ത ആയത്ത് വളരെ നല്ല രൂപത്തിൽ ചെറിയ മക്കൾ ഓതുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് വരെ അത്ര ഓതാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ പോലും ഞാൻ പറയുന്നത്, നമ്മൾക്ക് വീട്ടിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര വയസ്സ് വരെ കുട്ടികളെ പഠിപ്പിച്ചാലും നമ്മൾക്കിതിൻ്റെ ഭാരം വലിയൊരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവും, നമ്മളും കുട്ടികളുമായിട്ട്. അതുകൊണ്ട് തന്നെയാണ് പല പാരൻസും, കാരണം നമ്മളറിയുന്ന കാരണം ഇന്നലത്തെ പേപ്പറിലുമുണ്ട് ഒരു കൗൺസിലർ, ആ കൗൺസിലർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്വന്തം മക്കളെ പല രൂപത്തിലും പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം പറയുന്നത് കൗൺസിലറാണ്, എല്ലാവർക്കും ക്ലാസ് എടുക്കുന്ന ആളാണ്, മോശക്കാരൊന്നുമല്ല. പക്ഷേ പ്രശ്നം കിടക്കുന്നത് നമ്മൾ ഹൗ ടു ബിഹേവ്, നമ്മൾ കുട്ടികളുമായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണമെന്നുള്ള പല പേരൻസിനും അറിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ടുള്ള കുഴപ്പം, നമ്മൾ ഒരു കളവ് പറയാൻ തുടങ്ങി, നമ്മൾ നിന്ന് കുടിക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കുറേ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യും. എന്നിട്ട് നമ്മൾ കുട്ടികളോട് എന്ത് ചെയ്യും? ഇപ്പോൾ ഒരാൾ കോളിംഗ് ബെല്ലടിച്ചാൽ വാപ്പ അവിടെ ഇല്ല എന്ന് പറയും, മോനെന്ന് പറയും. സത്യത്തിൽ വാപ്പ ഉണ്ടാവും, എല്ലാം ഉമ്മ ഇവിടെ ഇല്ല എന്ന് പറയുമെന്ന് പറയും. ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല കേട്ടോ, ഇത് സ്വാഭാവിക, ചിലപ്പോൾ എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യമായിരിക്കും പറഞ്ഞത്. പക്ഷെ ഇത്തരം ഒരവസ്ഥ നമ്മൾ മാറി. ഇത്തരം കുട്ടികൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ നമ്മൾ നിർബന്ധമായിട്ടും അവർക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ പുറമെ നമ്മൾ കൊടുക്കുന്ന സംസ്കാരം, വീട്ടിലുള്ള സംസ്കാരം കൊടുത്തു കഴിഞ്ഞാൽ, നല്ല സംസ്കാരം കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഭാവിയിൽ നമ്പർ 1 കുട്ടികളായിട്ട്, കാരണം നാളെ എന്താവുന്നുള്ള ഒരാൾക്കും പറയാൻ പറ്റാത്തൊരു കാലത്തിലൂടെ കടന്നു പോകുന്ന നമ്മൾ നിർബന്ധമായിട്ടും ഇത്തരം കുട്ടികൾ വളർന്നു വരുന്ന സാഹചര്യം കൂടി നമ്മുടേതായ രൂപത്തിൽ. കാരണം ഞാനിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ അടുത്ത് ഒരു സ്കൂളിലുണ്ടായിരുന്ന വിഷയം പറഞ്ഞുതരാം. കാരണം അവിടെ ആ സ്കൂളിൽ ഭയങ്കര പ്രശ്നമായി, തട്ടിടാത്ത ആളുകൾ ഭയങ്കര പ്രശ്നമായി. കുട്ടികൾ തട്ടിടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഭയങ്കര വിഷയമാക്കി. അങ്ങനെ മറ്റൊരു മാനേജ്മെൻ്റ് ആയിരുന്നു അത് ചെയ്തത്. അവർ വിളിച്ചു കൂട്ടി, പാരൻസ് മീറ്റ് വിളിച്ചു കൂട്ടിയ സമയത്ത് വന്ന ഒരു ഉമ്മമാരും തട്ടിട്ടിട്ടില്ല. അപ്പോൾ പ്രശ്നം കിടക്കുന്നത്, അപ്പോൾ അവർ ചോദിച്ചു, ഇവിടെ ആർക്കാ നിർബന്ധം, ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ സമരം ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ കാണിക്കുന്ന സംസ്കാരം നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ കുറേ സൗണ്ടോ അല്ലെങ്കിൽ കുറേ കാര്യങ്ങളോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ലൈവോ കുറേ ഇൻസ്റ്റാഗ്രാമൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം നമ്മുടെ സംസ്കാരം കിട്ടില്ല. നിർബന്ധമായിട്ടും നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ കാണിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ 8 വയസ്സ് വരെ കുട്ടിയെ ഒരു മോൾഡ് ചെയ്തു,
നിങ്ങളുടേതായ രൂപത്തിൽ നിങ്ങൾ അവർക്കൊരു സംസ്കാരം കാണിച്ചു കൊടുത്താൽ നിങ്ങളെ കുട്ടി 1% പോലും വഴിവഴിക്കില്ല, ഒരു സംശയ കാര്യത്തിലില്ല. പടച്ചോൻ്റെ ഖളാ വേണം, നിർബന്ധമായിട്ട് വേണം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ വഴിവയ്പ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുമ്പിൽ വെച്ച്, ഇത് തന്നെ വലിയൊരു എക്സാമ്പിളാണ്. ഇത് ഏറ്റവും വലിയ ദുൽമാണ്, പക്ഷേ ഒരുപാട് ഇൻഫർമേറ്റീവാണ്. പക്ഷേ ഇതെങ്ങനെ കുട്ടി ഉപയോഗിക്കണമെന്നല്ല, 8 വയസ്സ് വരെ കഴിയുന്ന പരമാവധി കൊടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എന്താ ഗതികേട്, നമ്മൾ ദൂരം വഴിക്കുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് അവരെ എൻ്റെ പേരക്കുട്ടിനെ കാണണമെങ്കിൽ ഞാൻ നിർബന്ധമായിട്ട് എടുത്തിങ്ങനെ വീഡിയോ കോൾ ചെയ്യേണ്ടി വരും. പക്ഷേ കഴിയുന്ന പരമാവധി അവർക്ക് കുട്ടികളിലേക്ക് ഇത് എത്തിക്കാതിരിക്കുക. അവർ കളിച്ച് നടക്കട്ടെ, കളിച്ച് അതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആരോഗ്യമുണ്ടാവും. ആരോഗ്യമുണ്ടാവണമെങ്കിൽ ചെളിയിൽ ചവിട്ടി, നിങ്ങൾക്ക് ഒരൊറ്റ എക്സാമ്പിൾ കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഇപ്പം ചൈനയിലും അതുപോലെ തന്നെ ജപ്പാനിലുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ലൈഫ് സ്പാൻ കൂടിയത്. ജപ്പാനിലാണ് ഏറ്റവും കൂടുതൽ. അതിൻ്റെ കാരണം അന്വേഷിച്ച സമയത്ത് 125 വയസ്സ് വരെ നമുക്ക് ആലോചിക്കാനോട് പറ്റില്ല. നമ്മളൊരു 60 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ബൈസ്റ്റാൻഡറായിട്ട് 2 ആൾ വേണം. പിന്നെ അതിന് ഒരു അപവാദം എന്നൊക്കെ പറഞ്ഞ് റസാഖ് മാഷ പോലെ 75 വയസ്സായാലും 72 വയസ്സായാലും നല്ല ചുറുചുറുക്കോടെ നടക്കുന്ന ആളുകളുണ്ടാവാം. കുറച്ച് ദീർഘായുസ്സ് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ ജപ്പാനിൽ 125 വയസ്സ് വരെ ജീവിക്കുന്ന ആളുകൾ വളരെ ആക്റ്റീവായിട്ട് ജീവിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതിൻ്റെ കാരണം അടുത്ത് അന്വേഷിച്ച് നോക്കിയ സമയത്ത് അവിടെ വസിക്കുന്ന ആളുകൾ അവർ റസൂലിനെ ഫോളോ ചെയ്യുന്നതല്ല, പക്ഷേ അവർ ചെയ്യുന്ന കാര്യങ്ങൾ പക്കാ റസൂലിൻ്റെ സുന്നത്തുകളാണ്. ആ സുന്നത്തുകൾ നമ്മൾ ജീവിതത്തിലേക്ക് പകർത്താൻ കഴിഞ്ഞാൽ ഒന്നും വേണ്ട, നമ്മുടെ ഭക്ഷണ രീതിയിൽ തന്നെ ഭക്ഷണ രീതി കറക്റ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഞാനൊരു ഡോക്ടർ എന്നുള്ളൊരു പത്ത് പറയാണ്, നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണം. കാരണം ലേഡീസിനെ ഞാൻ എനിക്ക് ഒരുപാട് കേസുള്ളതിൽ 90% നമ്മൾ പറയേണ്ടി വരും നമ്മളാൾക്കാർ തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാന കാരണം ശരിക്കും നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിക്കൂല. ഞാനും കുറ്റം പറയുന്നതല്ല, കാരണം നമ്മളെ കുളി എല്ലാ പണിയും കഴിഞ്ഞിട്ട് 12 മണി 2 മണിൻ്റെ ഉള്ളിൽ കുളി. എനിക്ക് വരുന്ന അധിക കേസും കഴുത്തുവേദനയായിരിക്കും, അല്ലെ ഊരവേദന. ഇവർക്ക് മരുന്ന് കൊടുക്കാതെ തന്നെ ശരിക്കും ഒരു 10 മണിൻ്റെ ഉള്ളിൽ കുളിക്കാൻ പറഞ്ഞാൽ ശരിക്കും ഒരു ഭയങ്കര ഡ്രാസ്റ്റിക് മാറ്റമാണ്. അപ്പോൾ എനിക്ക് വന്ന ഉമ്മാരോട് പറയാനുള്ളത്, നിങ്ങളൊരു 10 മണിൻ്റെ ഒരു 9 മണിയാകുമ്പോൾ തല കുളിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് അസുഖം ഉണ്ടാവും. എല്ലാവർക്കും ഊരവേദനയും കഴുത്തുവേദനയൊക്കെ ഉണ്ടാവും. പക്ഷേ ആ വേദന പോകാനുള്ളൊരു മറുമരുന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നത്, ഇരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞത് സുന്നത്താണ്, നിർബന്ധമായിട്ട് കഴിക്കണം എന്നാണ് ഞാൻ പറയാം. അതുപോലെ കഴിക്കുന്നതിൻ്റെ രീതികൾ, രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ അസുഖം ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. ഇതാരും ചെയ്യില്ല. അപ്പോൾ ഈ നമുക്ക് കാണിച്ചെന്ന റസൂൽ കാണിച്ചെന്ന സുന്നത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മളൊരുപാട് വിട്ടുപോയിട്ട് നമ്മൾ കുട്ടികളോട് പറയും, നിങ്ങളങ്ങനെ ചെയ്യും, നിങ്ങളിങ്ങനെ ചെയ്യും. കുട്ടികളെന്ത് ചെയ്യും? മാക്സിമം സ്കൂളിൽ നിന്ന് അത് ചെയ്യും. തിരിച്ച് വീട്ടിൽ നിന്ന് വന്നാൽ അവർ കാണുന്നത് വേറൊരു രൂപമാണ്. അപ്പോൾ കഴിയേണ്ട പരമാവധി എൻ്റെ രക്ഷിതാക്കളോട്, ഞാനൊരു രക്ഷിതാവാണ്, പേരക്കുട്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നമ്മൾ കഴിയേണ്ട പരമാവധി നമ്മുടെ കുട്ടികളെ നമ്മുടെ കയ്യിലെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാം. കാരണം അത്രയും വേഴ്സ്റ്റായിട്ടുള്ളൊരു കാലത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്, ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും. കാരണം ഞാൻ അറിയുന്ന ഒരു കുടുംബത്തിൽ പറയുന്ന ആ കുട്ടി വളരെ ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ്. ഭയങ്കര ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഖുറാനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഉണ്ട്. പക്ഷേ അവർ ഒരു അമുസ്ലിം കുട്ടിയുടെ കൂടെ പോയി. അതിൻ്റെ എന്ത് കാരണം അല്ലാഹു. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മളെ ഇത്രത്തോളം പിടിച്ചാൽ പോലും കിട്ടാത്തൊരു കാലത്തിലൂടെ കടഞ്ഞു പോകുന്ന നമ്മൾ നിർബന്ധമായിട്ട് കുട്ടികളൊരു മോറൽ സൈഡ്, നമ്മുടെ സംസ്കാരം ഒന്ന് കറക്റ്റ് വെച്ച് കൊടുത്തു. ഒന്നും വേണ്ട, റസൂലിൻ്റെ സുന്നത്തുകൾ കറക്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന് കുട്ടികളെ അതിൻ്റേതായ രൂപത്തിൽ ഈ പറഞ്ഞ 2 വർഷം 8 വർഷം വരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്കത് വെച്ചിട്ട് മുമ്പോട്ട് പോകും. പിന്നെ നമ്മൾ വല്ലാതെ കുരുത്തക്കേട് നമ്മൾ കളിക്കാതെ നിൽക്കലേ നിവൃത്തിയുള്ളൂ. പണ്ടൊക്കെയാണ് ഞങ്ങളെ അടിച്ച സാറിനെ എനിക്കിപ്പോൾ തിരിച്ച് വേദനാക്കാനുള്ള ചാൻസ് കിട്ടുന്നുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് വേദനയായിട്ട് വന്നു കഴിഞ്ഞാൽ കെട്ടാനൊക്കെ എനിക്ക് നല്ല ചെറുങ്ങനെ വേദനാക്കാം. എല്ലാവർക്കും ആ ചാൻസ് കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷേ നമുക്ക് ഈ സാറിൻ്റെ അടുത്ത് വന്നിട്ട്, സാറിപ്പോൾ എന്നെ വിളിച്ചിട്ട് ഈ വരണടോ എന്ന് പറഞ്ഞാൽ വരാൻ പറ്റൂല സാറെന്ന് പറയാൻ പറ്റൂല. അങ്ങനത്തെ ഒരു ബന്ധമുണ്ട് സാറന്മാരായിട്ട്. അപ്പോൾ ഈ കുട്ടികളെ നിങ്ങൾ അത്തരം ബന്ധങ്ങൾ, ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ആ ടീച്ചേഴ്സായിട്ടുള്ള ലിങ്ക്, കാരണം മാതാപിതാ ഗുരു കാണപ്പെട്ട ദൈവമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റാണ്. പടച്ചോനെ കാണിച്ചു കൊടുക്കേണ്ടി മാതാവിൻ്റെയും പിതാവിൻ്റെയും അതുപോലെ ഗുരുനാഥനെയാണ്. ആ രൂപത്തിലൂടെ നിങ്ങൾ പടച്ചോനിലേക്ക് എത്തിച്ചു കൊടുത്താൽ ഇൻഷാ അല്ലാഹ് നമ്മൾ കുട്ടികൾ വളരെ നന്നാവും. ഏതായാലും അൽഫിത്തർ ഇത്രയും നല്ല രൂപത്തിൽ അൽഹംദുലില്ലാഹ് നടത്തതിന് സർവശക്തനോട് 1000 ശുക്ർ പറഞ്ഞുകൊണ്ട് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്തതിന് പ്രഖ്യാപിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്
അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനോഹരമായ ഈ കൂടിച്ചേരലിൽ, അതിലേറെ ആഹ്ലാദം നിറഞ്ഞ ഈ ഒത്തുചേരലിൽ മറ്റെല്ലാ കൂടിച്ചേരലുകളെക്കാളും ഇതിനെ വ്യത്യസ്തമാക്കുന്നത്, മനോഹരമാക്കുന്നത്, ഇവിടെ നാം ചർച്ച ചെയ്യുന്നത്, ഇവിടെ നാം സംസാരിക്കുന്നത്, ഇവിടെ നാം ആസ്വദിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാമായ പിഞ്ചോമന മക്കളെക്കുറിച്ചാണ്, നമ്മുടെ കരളിൻ്റെ കഷ്ണങ്ങളെക്കുറിച്ചാണ്, നമ്മുടെ മാണിക്യക്കല്ലുകളെക്കുറിച്ചാണ്. അൽഹംദുലില്ലാ, നിങ്ങളോടൊക്കെയൊപ്പം ഏതാനും നിമിഷങ്ങൾ അതിൽ പങ്കുചേരാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. ആദ്യമായി സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അതോടൊപ്പം എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് ഇതിൻ്റെ സംഘാടകർക്ക് കൂടി ഞാൻ എൻ്റെ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് നമുക്ക് ഒരു കഥ കേട്ട് തുടങ്ങാം. ഇന്നത്തെ ദിവസം ഒരുപാട് കഥകളും പാട്ടുകളും എല്ലാം കേൾക്കാനും ആസ്വദിക്കാനും ഒരുങ്ങി ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ദീർഘമായ ഒരു പ്രസംഗത്തിലുപരി മക്കളുടെ വർണ്ണാഭമായ പ്രകടനങ്ങൾ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും, അതിലേറെ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന വല്ലിപ്പമാരും വല്ലിമ്മമാരും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കഥയിലൂടെ നമുക്ക് തുടങ്ങാം. ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അരികിൽ ചെന്ന് ഒരു ചെറിയ മോള് ഗുരുവിനോട് ചോദിക്കുകയാണ്, അല്ലയോ ഗുരുവേ, എൻ്റെ ജീവിതത്തിലൂടെ ഒരുപാടേറെ ആളുകൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഒരുപാട് പേരുണ്ട്, ഞാൻ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ ഒരുപാട് ആളുകളുണ്ട്, ഞാൻ നടന്നു പോകുന്ന വഴികളിൽ പോലും ഒരുപാടേറെ ആളുകളെ കണ്ടുമുട്ടാറുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ എൻ്റെ ജീവിതത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇതിൽ ആരെയൊക്കെയാണ് ഞാൻ വിശ്വസിക്കേണ്ടത്? ആരെയൊക്കെയാണ് ഞാൻ സ്നേഹിക്കേണ്ടത്? ആരെല്ലാമൊക്കെയാണ് ഞാൻ എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ടത്? കൂടെ ആരെയൊക്കെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും വിട്ടു നിർത്തേണ്ടത്? ആരെയൊക്കെയാണ് ഞാൻ അവിശ്വസിക്കേണ്ടത് എന്ന് ഗുരു കുറച്ച് സമയം ചോദ്യം മുഴുവനായി കേട്ട് മൗനിയായിരിക്കുകയാണ്. ശേഷം ദൂരെയുള്ള ഒരു പൂന്തോട്ടത്തിലേക്ക് ഇങ്ങനെ വിരൽ ചൂണ്ടിക്കൊണ്ട് ആ മോളോട് പറഞ്ഞു, അതാ അങ്ങ് ദൂരെ വിശാലമായ ഒരു പൂന്തോട്ടമുണ്ട്. ആ പൂന്തോട്ടത്തിൽ നിറയെ വർണ്ണങ്ങളിലുള്ള ഭംഗിയുള്ള ഒരുപാടനേകം പൂക്കളുമുണ്ട്. അവിടെ ചെന്നിട്ട് ആ പൂന്തോട്ടത്തിൽ നിന്നും ഏറ്റവും മനോഹരമായ ആ പൂന്തോട്ടത്തിലെ ഒരുപാട് പൂക്കളിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു പൂ പറിച്ച് എനിക്ക് നീ സമ്മാനമായി നൽകിയാൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരാമെന്ന് പറയണം. കുട്ടിക്ക് സന്തോഷമായി. കാരണം എളുപ്പമുള്ള പണിയാണ്. ഓടിച്ചെന്ന് പൂന്തോട്ടത്തിലെത്തി അവിടെ നിന്നും ഒരു പൂ പറിച്ച് കൊണ്ടുവന്ന് കൊടുത്താൽ മതി. ഓടിച്ചെന്ന് പൂന്തോട്ടത്തിനരികിലെത്തി നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? മനോഹരമായ പൂക്കളുള്ള വിശാലമായ പൂന്തോട്ടാണ്. ഓരോ പൂക്കളും ഒന്നിനൊന്ന് മനോഹരമെന്ന് തോന്നിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. കുട്ടി പൂന്തോട്ടത്തിലെത്തിയ സമയത്ത് തന്നെ ആദ്യം തൻ്റെ കണ്ണുകളിൽ ഉടച്ച ഒരു പൂവുണ്ടായിരുന്നു, ഏറ്റവും ഭംഗിയുള്ള ഒരു പൂവ്. കുട്ടിക്ക് സന്തോഷമായി. ആ പൂ തന്നെയാവാം ഗുരുവിന് സമ്മാനിക്കേണ്ട പൂവെന്ന് ഉറപ്പിച്ചുകൊണ്ട് ആ പൂ പറിക്കാൻ വേണ്ടി പതിയെ കുനിയുകയാണ്. പതിയെ കുനിഞ്ഞ് തൻ്റെ കൈകളിങ്ങനെ ആ പൂവിൻ്റെ തണ്ടുകളിൽ സ്പർശിക്കുമ്പോൾ പെട്ടെന്നാണ് ആ പൂവിൻ്റെ പിറകിൽ ആ പൂവിനേക്കാൾ മനോഹരമായ മറ്റൊരു പൂവിനെ കാണുന്നത്. കുട്ടിക്ക് വീണ്ടും സന്തോഷം വർദ്ധിക്കുകയാണ് ചെയ്തത്. കാരണം എന്താ? ആദ്യം കണ്ട പൂവിനേക്കാൾ ഭംഗിയുണ്ട് രണ്ടാമത് കണ്ട പൂവിന്. കുട്ടി എന്ത് ചെയ്തു? രണ്ടാമത്തെ പൂ പറിക്കാൻ വേണ്ടി തൻ്റെ കൈകൾ ഇങ്ങനെ ആ പൂക്കളിലേക്ക് നീട്ടുകയാണ്. അങ്ങനെ ആ പൂ പറിക്കാൻ ഒരുങ്ങുമ്പോഴതാ ആ പൂവിൽ നിന്നും 2 പൂക്കൾക്കപ്പുറം മറ്റൊരു പൂവ്. ആ പൂവാണെങ്കിലോ നേരത്തെ കണ്ട
2 പൂക്കളേക്കാൾ മനോഹരമായിരുന്നു. വീണ്ടും ആ പൂവിലേക്ക് അടുക്കുകയാണ്. ആ പൂ പറിക്കാൻ ഒരുങ്ങുമ്പോൾ അതിനേക്കാൾ മനോഹരമായ മറ്റു പൂവിനെ കാണുകയും ഓരോരോ പൂക്കളിലെത്തുമ്പോഴും ആ പൂക്കളേക്കാൾ ഭംഗിയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന മറ്റനേകം പൂക്കളെ കാണുകയും ചെയ്യുകയാണ്. നടന്ന് അവസാനം ആ പെൺകുട്ടി പൂന്തോട്ടത്തിൻ്റെ മറ്റൊരു മൂലയിലെത്തി. ഒടുവിലതാ കൂട്ടത്തിലേറ്റവും ഭംഗിയുള്ള പൂ തന്നെ നോക്കി നിൽക്കുന്നു. പൂന്തോട്ടത്തിൻ്റെ മറ്റേ മൂലയിലുള്ള മനോഹരമായ പൂവ്. ആ പൂ പറിക്കാൻ വേണ്ടി ഇത് തന്നെയാണ് മറ്റനേകം പൂക്കളേക്കാളും ഗുരുവിന് സമ്മാനിക്കാൻ ഏറ്റവും ഉത്തമമായ പുഷ്പമെന്ന് വിചാരിച്ച് ആ പൂ പറിക്കാൻ വേണ്ടി തൻ്റെ കൈകളിങ്ങനെ പൂത്തണ്ടിലേക്ക് അകലുകയാണ്. ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് തൻ്റെ മനസ്സിലൊരു ചിന്ത, തൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വരികയാണ്. അല്ല, ഈ കണ്ട പൂക്കളേക്കാളും ഒക്കെ ഭംഗി ഉണ്ടായിരുന്നില്ലേ ഞാൻ ആദ്യം കണ്ട പൂവിന്? പൂന്തോട്ടത്തിലേക്ക് പ്രവേശിച്ച ആ സമയത്ത് എൻ്റെ കണ്ണിലുടഞ്ഞ ഒരു പൂവുണ്ടായിരുന്നു. ആ പൂവായിരുന്നില്ലേ ഈ കണ്ട പൂക്കളേക്കാളുമെല്ലാം മനോഹരമെന്ന ചിന്ത മനസ്സിലേക്ക് വരികയും അവൾ എന്ത് ചെയ്തു? പൂന്തോട്ടത്തിൻ്റെ അറ്റത്ത് നിന്നും ആദ്യം കണ്ട പൂവിലേക്ക് ഓടി അടുക്കുകയാണ്. ഓടി വന്ന് പൂവിനരികിലെത്തി നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? അത്രയേറെ നേരത്തെ കഠിനമായ വെയിലിൻ്റെ ചൂടേറ്റ് ഭംഗിയുള്ള ആ പൂവിൻ്റെ ഭംഗിയെല്ലാം മങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പൂവിൻ്റെ വർണ്ണമെല്ലാം മങ്ങി പൂവിൻ്റെ ഭംഗിയെല്ലാം കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കുട്ടിക്ക് നിരാശ തോന്നി. പക്ഷേ അവൾ എന്ത് ചെയ്തു? ഇനിയും ഒരുപാട് പൂക്കളുണ്ട്, അടുത്ത പൂ പറിക്കാമെന്ന് കരുതി രണ്ടാമത് കണ്ട പൂവിലേക്ക് തൻ്റെ കണ്ണും തൻ്റെ കയ്യും ഇങ്ങനെ നീളുകയാണ്. പക്ഷേ സങ്കടമാണ് വീണ്ടും കുഞ്ഞിന് വന്നത്. കാരണം എല്ലാ പൂക്കളും വെയിലിൻ്റെ ചൂടേറ്റ് വാടിപ്പോയിട്ടുണ്ടായിരുന്നു. ഓരോ പൂവിൽ നിന്നും തൊട്ടടുത്ത പൂവിലേക്ക് പോയി ഏറ്റവും അവസാനം കണ്ട പൂവിൽ തന്നെ എത്തിച്ചേരുകയാണ്. അങ്ങനെ ആ പൂ പറിച്ച് ഗുരുവിൻ്റെ അരികിലെത്തി ഗുരുവിന് സമ്മാനമായി നൽകി. പൂവിങ്ങനെ നോക്കിയിട്ട് ഗുരു കുഞ്ഞിൻ്റെ അടുത്ത് പറയാണ്, ഇത്ര മനോഹരമായൊരു പൂന്തോട്ടത്തിലേക്ക് നിന്നെ പറഞ്ഞയച്ചിട്ട് വാടിയ പൂവാണോ അത്രയേറെ വർണ്ണങ്ങളുള്ള പൂക്കളിൽ നിന്നും എനിക്ക് സമ്മാനിക്കാൻ നിനക്ക് ലഭിച്ചത്? ഈ പൂവിനായിരുന്നോ കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുണ്ടായിരുന്നത് എന്ന് ചോദിക്കുകയാണ്. നിരാശയോടെ കുട്ടി പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവിച്ചത്. ഓരോരോ പൂക്കളിലെത്തുമ്പോഴും ആ പൂവാണ് ഭംഗിയുള്ളത് എന്ന് എനിക്ക് തോന്നുമായിരുന്നു. അങ്ങനെ ഓരോ പൂക്കളെ കാണുമ്പോഴും അതിനേക്കാൾ ഭംഗിയുള്ള മറ്റനേകം പൂക്കളെ കണ്ട് ഓരോ പൂവിൽ നിന്നും മാറി മാറി അവസാനം കണ്ട പൂവിലെത്തി. അവിടെ നിന്നും ഞാൻ തിരിച്ചറിഞ്ഞു, ആദ്യം കണ്ട പൂ തന്നെയായിരുന്നു ഏറ്റവും മനോഹരമെന്ന്. ഒടുവിൽ ഞാൻ ഓടി ആദ്യം കണ്ട പൂവിലെത്തിയപ്പോഴേക്കും എല്ലാ പൂക്കളും വെയിലേറ്റ് പോയിട്ടുണ്ടായിരുന്നു എന്ന്. മുഴുവൻ കേട്ടതിന് ശേഷം പൂ മാറ്റി വെച്ചുകൊണ്ട് കുട്ടിയെ ചേർത്ത് പിടിച്ച് ഗുരു പറയുകയാണ്, ഇത് തന്നെയാണ് മോള് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവും. നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ തീരുമാനപ്രകാരമല്ലാത്ത നമ്മുടെ ഈ ജീവിതത്തിലൂടെ ഒരുപാടനേകം ആളുകൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഒരുപാടേറെ ആളുകളെ നാം ഇങ്ങനെ കണ്ടുമുട്ടുന്നുണ്ട്, പരിചയപ്പെടുന്നുണ്ട്. ഇവരിൽ ആരും മറ്റൊരാളേക്കാളും ഇകഴ്ത്തപ്പെടേണ്ടവനോ ഒരാളും മറ്റൊരാളേക്കാളും പുകഴ്ത്തപ്പെടേണ്ടവനോ അല്ല. എല്ലാവരും ഭംഗിയുള്ളവരാണ്. എല്ലാവരുടെയും മനസ്സ് നന്മ നിറഞ്ഞതാണ്. ആരെയും നാം വെറുക്കേണ്ടവരോ ആരെയും മാറ്റി നിർത്തേണ്ടവരോ അല്ല. നോക്കൂ, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഈ കൂടിച്ചേരലുകളെല്ലാം അവസാനിപ്പിച്ച് ഈ ആനന്ദ മുഹൂർത്തം അവസാനിപ്പിച്ച് സലാം പറഞ്ഞ് നാം പിരിയുമ്പോൾ പരസ്പരം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്. കൂടെയുള്ള ചേർത്ത് നിർത്തേണ്ട നാം പരിചയപ്പെടുന്ന കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യന്മാരും മികച്ചവർ തന്നെയാണ്. ആരെയും ഇകഴ്ത്താതെ ബന്ധങ്ങളിങ്ങനെ ഊഷ്മളമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവേണ്ട കാലഘട്ടമാണ്.
ഇവിടെ ഓർക്കുക, പരിശുദ്ധ ഖുർആൻ നാം ഓരോരുത്തരോടും ഉണർത്തുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ബന്ധങ്ങളെ സൂക്ഷിക്കുകയും ചെയ്യുക. അള്ളാഹു ഓരോ നിമിഷവും നിങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. സുബ്ഹാനല്ലാഹ്, മാസ്മരികത നിറഞ്ഞ വരികളാണ് അല്ലേ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. നന്മകൾ ചെയ്തുകൊണ്ട് തിന്മകളിൽ നിന്നും ഇങ്ങനെ അകന്ന് നിന്നുകൊണ്ട് അള്ളാഹുവിനോടുള്ള സൂക്ഷ്മത കാത്തു സൂക്ഷിക്കുന്നവർ തന്നെയാണ്. അതിനോട് കൂടെ ചേർത്ത് പറയുകയാണ്, അള്ളാഹുവിനോടുള്ള സൂക്ഷ്മതയോടൊപ്പം ചേർത്ത് പറയുകയാണ്, നിങ്ങൾ ബന്ധങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ ബന്ധങ്ങളിൽ സൂക്ഷ്മത കാണിക്കുക. ഇവിടെ തുടങ്ങുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ മക്കൾ അൽ ഫിത്ര എന്ന വാക്കിനർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ നേച്ചർ, അവരുടെ പ്രകൃതി എന്നാണ് അൽ ഫിത്രയുടെ അർത്ഥം. ആ പ്രകൃതിയെ, ആ ശുദ്ധ പ്രകൃതിയെ ഏറ്റവും നല്ലവരാക്കി മാറ്റാൻ വേണ്ടി, ഏറ്റവും നന്മ നിറഞ്ഞ ചിന്തകൾ അവരുടെ കുഞ്ഞു മനസ്സുകളിലേക്ക്, അവരുടെ തലച്ചോറിനുള്ളിലേക്ക് ചേർത്ത് വയ്ക്കാൻ വേണ്ടി തുടങ്ങി വച്ച ഒരു സിസ്റ്റമാണ്, ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് അൽ ഫിത്ര. നമുക്കറിയാം, ഒരു കുഞ്ഞിൻ്റെ തലച്ചോറ് വളരുന്നത്, ഗ്രോ സംഭവിക്കുന്നത് 7-8 വയസ്സ് വരെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റാണ് സംഭവിക്കുന്നത്. മെഡിക്കൽ സയൻസ് പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ആരാവണമെന്ന് തീരുമാനിക്കുന്നത്, ഒരു വ്യക്തി എങ്ങനെയെല്ലാം ആയിത്തീരണമെന്ന് തീരുമാനിക്കുന്നത് 2 ഘടകങ്ങളാണ്. ഫസ്റ്റ് വൺ ഈസ് ഹിസ് ഹെറിഡിറ്ററി. ആദ്യത്തെ 50% അയാളുടെ ആ ജനിച്ച് വീഴുന്ന ആ കുഞ്ഞിൻ്റെ പാരമ്പര്യമാണ്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ആ കുഞ്ഞ് ജനിച്ച് ജീവിച്ച് വളർന്നു വരുന്ന ആ കുഞ്ഞിൻ്റെ സാഹചര്യമാണ്, എൻവയോൺമെൻറ്റാണ്. നോക്കൂ, 7 വയസ്സ് വരെ മാത്രം വളരുന്ന ആ കുഞ്ഞിൻ്റെ ഹെറിഡിറ്ററി, ആ കുഞ്ഞിൻ്റെ ഉമ്മയും വാപ്പയുമാണ് എങ്കിൽ 23 ക്രോമസോം ഉമ്മയിൽ നിന്നും 23 ക്രോമസോം ഉപ്പയിൽ നിന്നും എടുക്കപ്പെട്ടുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്ന ആ ഒരു ശാസ്ത്രത്തെ ഏറ്റവും മനോഹരമായി നമുക്ക് മുന്നിൽ ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ട് ഓരോ ജന്മവും സൃഷ്ടിക്കപ്പെടുകയാണ്, ഓരോ ജന്മവും പിറന്നു വീഴുകയാണ്. അത് കഴിഞ്ഞ് ആ കുഞ്ഞ് വളരുന്ന 7 വയസ്സ് വരെയുള്ള സമയം ആ കുഞ്ഞിൻ്റെ എൻവയോൺമെൻറ്റ് നമ്മളാണ് അല്ലേ. കുഞ്ഞിൻ്റെ എൻവയോൺമെൻറ്റ് കുഞ്ഞിൻ്റെ ഉമ്മയും ഉപ്പയുമാണ്. കുഞ്ഞിൻ്റെ എൻവയോൺമെൻറ്റ് ആ കുഞ്ഞ് പഠിക്കുന്ന, ആ കുഞ്ഞ് എത്തിച്ചേരുന്ന ആ കുഞ്ഞിൻ്റെ സ്ഥാപനമാണ്, അവിടെയുള്ള അധ്യാപകരാണ്, ആ കുഞ്ഞ് പഠിക്കുന്ന കാര്യങ്ങളാണ്. അൽഹംദുലില്ലാഹ്, നമുക്ക് ഓരോരുത്തർക്കും, എൻ്റെ മക്കൾ അവരും അൽഫിത്രയിൽ പഠിച്ച മക്കളാണ്. ആ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ, ആ തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് മുൻപിൽ നിൽക്കുമ്പോൾ ആ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ നിങ്ങളോട് പറയാൻ സാധിക്കും, അൽ ഫിത്ര എന്ന് പറയുന്ന സ്ഥാപനം നമ്മുടെ മക്കൾക്ക് നൽകുന്ന നന്മകൾ എപ്രകാരമാണ് എന്ന്. ഒരു കുഞ്ഞ് എന്താണ് കാണുന്നത്, എന്താണ് കേൾക്കുന്നത്, എന്താണ് അനുഭവിക്കുന്നത്, അതാണ് ആ കുഞ്ഞ് മനസ്സിലാക്കുന്നത്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് സയൻസ് എന്നറിയപ്പെടുന്ന മനഃശാസ്ത്രത്തിൻ്റെ ഒരു സബ്ജക്റ്റാണ് NLP. ഇതിൽ പറയുന്നത്, ഒരു മനുഷ്യൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് കണ്ടും കേട്ടും അനുഭവിച്ചുമാണ്. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്, ഞാൻ മനുഷ്യരെ ഒന്നും അറിയാത്തവനായി സൃഷ്ടിച്ചു. മനുഷ്യരെ ഒന്നും അറിയാത്തവനായിക്കൊണ്ട് അള്ളാഹു സൃഷ്ടിച്ചു. പക്ഷേ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ അവന് ഞാൻ കണ്ണും ചെവിയും ഹൃദയവും നൽകി. അത് തന്നെയല്ലേ ശാസ്ത്രം തെളിയിക്കുന്നത്? അത് തന്നെയാണ് ശാസ്ത്രം തെളിയിക്കുന്നത്. നമ്മുടെ മുന്നിൽ ഒരു ക്യാമറ വരികയാണ്. നോക്കൂ, ഈ 2 ക്യാമറകൾ നിങ്ങളുടെ മുൻപിലേക്ക് തിരിച്ചു വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മൊബൈൽ ഫോൺ എടുത്തിട്ട് ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കും ഇല്ലേ? ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് നമ്മളൊന്ന് നോക്കും, നമ്മുടെ അറ്റയറൊക്കെ നല്ലതല്ലേ, നമ്മുടെ മുഖമൊക്കെ ഓക്കെ അല്ലേ എന്ന്. കാരണം എന്താ? ആ ക്യാമറയിൽ എന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഞാൻ ആ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ ഇന്നോ നാളെയോ നമ്മുടെ സ്കൂളിൻ്റെ ഗ്രൂപ്പിൽ ആ വീഡിയോ വരും. ആ വീഡിയോ വരുമ്പോൾ നമ്മളെ മാത്രം സൂം ചെയ്ത് നോക്കും അല്ലേ?
നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കണേ? നിങ്ങളൊന്ന് വീഡിയോ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ലേ? ഉണ്ട്. നമ്മളെ ഫോട്ടോ മാത്രം സൂം ചെയ്ത് നോക്കിയിട്ട് ഒരു ഫോട്ടോ ഷെയർ ചെയ്യുമ്പോൾ നമ്മളെ ഫോട്ടോ മാത്രം നമ്മൾ സൂം ചെയ്ത് നോക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫോർവേഡ് ചെയ്യൂ അല്ലേ? തൊട്ടപ്പുറത്തുള്ള നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾ ഒരു പക്ഷേ ഒരു ഭംഗി ഉണ്ടാവില്ല അയാൾ ആ ഫോട്ടോയിൽ കാണാൻ. നമ്മളത് നോക്കൂല. നമ്മൾ ഓക്കെ ആണോ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫോർവേഡിങ് ആണ്. ഇവിടെയും നമ്മൾ വീഡിയോ മുന്നിൽ വരുന്നുണ്ട് എന്ന് കാണുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിച്ച് ആ വീഡിയോ ഒരുപക്ഷെ നമ്മളിലേക്ക് തിരിച്ചു വരുമെന്ന ചിന്തയിലിരിക്കുമ്പോൾ നാം ഓർക്കേണ്ടതുണ്ട്, എന്നെ സംബന്ധിച്ച് ഞാൻ 3 ക്യാമറകൾക്ക് മുൻപിൽ ജീവിക്കുന്ന ആളാണ്. ഈ ക്യാമറകളല്ല, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ക്യാമറയും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ക്യാമറയും LKGയിൽ പഠിക്കുന്ന ഒരു ക്യാമറയും, 3 ക്യാമറകൾക്ക് മുൻപിലാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ മക്കൾ അവർ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് കണ്ടും കേട്ടും അനുഭവിച്ചുമാണ് എങ്കിൽ എൻ്റെ കുഞ്ഞിനെ നല്ലത് മാത്രം കേൾപ്പിക്കേണ്ടത് ഞാനാണ്. എൻ്റെ കുഞ്ഞിനെ നല്ലത് മാത്രം കാണിച്ചു കൊടുക്കേണ്ടതും അനുഭവിപ്പിച്ചു കൊടുക്കേണ്ടതും ഞാനാണ്. കാരണം ഈ 3 വീഡിയോകളും അവരുടെ ജീവിതത്തിലൂടെ നാളെ ഞാൻ കാണേണ്ടി വരും. പക്ഷേ അവിടെ എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവില്ല. നമ്മുടെ മുൻപിൽ വരുന്ന വീഡിയോകൾ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എങ്കിൽ നമ്മുടെ മക്കളിൽ നിന്നും നമ്മിലേക്ക് വരുന്ന ആ വീഡിയോകളെ എഡിറ്റ് ചെയ്യാൻ യാതൊരു ഓപ്ഷനും നമുക്കുണ്ടാവില്ല. സൂക്ഷിക്കേണ്ടതുണ്ട്. കാലഘട്ടം പഴയ കാലഘട്ടമല്ല അല്ലേ? സ്നേഹമുള്ള കുടുംബാന്തരീക്ഷം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, ഉമ്മയും ഉപ്പയും ഏറ്റവും സ്നേഹമുള്ളവരായി തീരുക, ബന്ധങ്ങൾക്കിടയിൽ ഊഷ്മളത വർദ്ധിപ്പിക്കുക എന്നൊക്കെ ഇങ്ങനെ നാം പ്രസംഗിക്കുന്ന സമയത്ത് ഒരിക്കൽ ഇതുപോലൊരു സദസ്സിൽ ഈ കാര്യം ഇങ്ങനെ പറയുന്നതിനിടയിൽ മുൻപിലിരിക്കുന്ന ഒരു ഉമ്മ എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, അല്ല മോളെ, ചട്ടിയും കലമൊക്കെ ആവുമ്പോൾ കോഴിക്കോടും തട്ടിയും മുട്ടിയും തന്നെയാ. ഞാൻ വിചാരിച്ചു അത് പറഞ്ഞ നാട്ടിൽ മാത്രമാണ് തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കുന്നത് എന്ന്. ചട്ടിയും കലമൊക്കെ ആവുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ അല്ലേ ഇരിക്കുകയെന്ന്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാമോ? കമ്പ്യൂട്ടർ യുഗമൊക്കെ കഴിഞ്ഞു. ദിസ് ഈസ് റോബോട്ടിക്സ് എറ. ഇത് റോബോട്ടുകളുടെ കാലഘട്ടമാണ് അല്ലേ? ഒരു പക്ഷേ അടുത്ത നിങ്ങളുടെ വാർഷികത്തിന് ക്ലാസ് എടുക്കാൻ വരുന്നത് റോബോട്ടുകളായിരിക്കും. അതുമല്ല എങ്കിൽ അടുത്ത നിങ്ങളുടെ വാർഷികത്തിന് നിങ്ങളിങ്ങനെ ഒത്തുകൂടുക പോലും ചെയ്യില്ല. വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ബെഡ്റൂമിൽ, നിങ്ങളുടെ സ്വസ്ഥമായ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നിങ്ങളിങ്ങനെ ഒത്തുകൂടും. ഒരു പക്ഷേ അങ്ങ് അകലെ അമേരിക്കയിലോ അന്റാർട്ടിക്കയിലോ ഒക്കെ ഉള്ള സ്കോളേഴ്സ് നിങ്ങൾക്ക് മുൻപിൽ വന്ന് ക്ലാസ് എടുക്കും വിത്തൗട്ട് സ്ക്രീൻ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് മെറ്റാവേഴ്സ്. മെറ്റാവേഴ്സ് എന്നറിയപ്പെടുന്ന ശാസ്ത്രത്തിൻ്റെ അതിനൂതനമായ കണ്ടുപിടുത്തമാണ്. അതിൻ്റെ സഹായത്തോടു കൂടിയിട്ടായിരിക്കും ഒരുപക്ഷെ അടുത്ത വർഷം നമ്മളിങ്ങനെ ഒത്തുകൂടുന്നത് അല്ലേ? ശാസ്ത്രം പുരോഗമിക്കുകയാണ്. നമ്മുടെയൊക്കെ ബ്രെയിൻ കപ്പാസിറ്റി 1500 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ് എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, ഈ ആൽഫ ജനറേഷനിലുള്ള കുഞ്ഞുങ്ങൾ, 2010 ശേഷമുള്ള 2010 ശേഷമുള്ള മക്കൾ, അവരുടെ തലച്ചോറിൻ്റെ കപ്പാസിറ്റി 1800 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. അതുകൊണ്ട് പണ്ടത്തെ പോലെ തട്ടിയും മുട്ടിയും ഇരിക്കുന്ന കലങ്ങളാണ് മാതാപിതാക്കളെങ്കിൽ, വീട്ടിലുള്ള ബന്ധങ്ങളെങ്കിൽ ഓർക്കേണ്ടതുണ്ട്, പണ്ട് തട്ടിയാലും മുട്ടിയാലും കലത്തിൽ ഇത്തിരി വിള്ളൽ വന്നാലും ചെറിയ പൊട്ടൊക്കെ ഉണ്ടായാലും ആ കലത്തിൽ അരിവേവുമായിരുന്നു. അത് ചോറും കഞ്ഞിയുമായി മാറുമായിരുന്നു. പക്ഷേ ഇന്ന് തട്ടി മുട്ടിയിരുന്നാൽ ആ കലം നീട്ടി എറിയാനേ പറ്റുള്ളൂ. കാരണം അതിൽ നമ്മളുടെ മക്കളെ ഊട്ടാനുള്ള കഞ്ഞിയും ചോറും അതിൽ വേവൂല. കാരണം അന്ന് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്ന ഓപ്ഷൻസ് അല്ല ഇന്ന് മക്കളുടെ മുൻപിലുള്ളത്. അന്ന് വർഷങ്ങൾക്ക് മുൻപേ, 15 വർഷങ്ങൾക്ക് മുൻപേ എൻ്റെ ഉമ്മുമ്മ എടവണ്ണ ജമീല ടീച്ചർ എഴുതിയ കുറച്ച് വരികളാണ്. അതിങ്ങനെയാണ്: എന്തിനാണ് പൊന്നിലഞ്ഞി പൂവണിഞ്ഞ് നിൽക്കണ, എപ്പോഴാണ് കാറ്റ് വന്ന് താലി നിന്നെ കെട്ടണ, ലല്ലലല്ലം ലാലലല്ലം ആടിടും തെങ്ങോലയിൽ താളമിട്ട് മേളമിട്ട് പൂങ്കുയില്
പാടണ താമരപ്പൂ മാരനെന്തേ ഇത്ര താമസിക്കണ. ഈ ഗാനത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീധനക്കുറവ് മൂലം മംഗല്യ സൗഭാഗ്യം ലഭിക്കാത്ത ഒരു പെൺകുട്ടി അവളുടെ രോദനമാണ് പാടുന്നത്. നോക്കൂ, 15 വർഷങ്ങൾക്ക് മുൻപേ ഉമ്മൂമ്മ എഴുതിയ വരികളാണ്. അന്ന് ഈ വരികൾ പാടുമ്പോൾ നമ്മുടെ മക്കളും നമ്മളുമെല്ലാം ആസ്വദിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ആൽഫ ജനറേഷനിലെ കുഞ്ഞുങ്ങൾക്ക് മുൻപിൽ വച്ച് ഈ ഗാനം ഞാൻ ആലപിച്ചാൽ ഒരുപക്ഷെ ആരോഗ്യത്തോടു കൂടി ഞാൻ ഇറങ്ങിപ്പോവില്ല സ്റ്റേജിൽ വന്ന്. കാരണം എന്താ, ഇതിൻ്റെ അവസാന വരികളിൽ എന്താ നിങ്ങൾ കേട്ടത്? താമരപ്പൂ മാരനെന്തേ ഇത്ര താമസിക്കണോന്ന്. പൊന്നാറിൻ്റെ സുഹൃത്തുക്കളെ, ആർക്കാ താമരപ്പൂമാരനെ വേണ്ടത്? ആർക്കാണ് ഈ കാലഘട്ടത്തിൽ താമരപ്പൂമാരനെ വേണ്ടത്? അന്ന് പണ്ട് ഈ കലവും ചട്ടിയും തട്ടിയും മുട്ടിയൊക്കെ ഇരുന്നാലും മക്കൾക്ക് ഒരു പക്ഷേ അവരുടെ പഠനകാലം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജോലിയായി വരുമാനമായി കഴിഞ്ഞാൽ വിവാഹമെന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ മനോഹരമായ മറ്റൊരു അവസ്ഥയിലേക്ക്, മറ്റൊരു ഫേസിലേക്ക്, മറ്റൊരു സ്റ്റേജിലേക്ക് എത്തുക എന്നതായിരുന്നു മുൻപിലുണ്ടായിരുന്ന ഓപ്ഷൻ. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഓപ്ഷൻസ് നിരവധിയാണ്. അനവധി അവസരങ്ങളാണ് മുൻപിലുള്ളത്. എന്തിന് വിവാഹം കഴിക്കണം? ലിബറലിസത്തിൻ്റെ കാലഘട്ടമാണ്. ജെൻഡർ ഇക്വാലിറ്റിയുടെ മാത്രമല്ല, ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ കാലമാണ്. എന്താ ജെൻഡർ ന്യൂട്രാലിറ്റി? എന്താണ് ഹോമോസെക്ഷുവാലിറ്റി? എന്താണ് ബൈസെക്ഷുവാലിറ്റി? എന്താണ് ലെസ്ബിയനിസവും ഗേയിസവും? നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് ഓരോരുത്തർക്കും ഇതൊക്കെ വെറും ടേംസ് ആയിരിക്കാം, വാക്കുകളായിരിക്കാം. ഒരു വേള തെറ്റാതെ ഈ വാക്കുകൾ പറയണമെങ്കിൽ 10 15 തവണ ഇമ്പോസിഷൻ എഴുതേണ്ടി വരും നമുക്ക്. പക്ഷേ ഉണ്ടല്ലോ, നമ്മുടെ മക്കളില്ലേ അവർ ജീവിച്ചു വരുന്ന ഈ സമൂഹം, അവർ ജീവിച്ചു വരുന്ന ഈ ലോകം, ഈ ഇത്തരം വാക്കുകളുടെ വക്താക്കളാണ് അവർ. അത് അവരുടെ ജീവിത രീതിയാണ്. അവർക്ക് മുൻപിൽ ഇങ്ങനെ വിശാലമായി പരന്നു കിടക്കുകയാണ് ഇത്തരം തിയറികൾ. ആ തിയറികളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ എന്ത് രസമാണെന്നറിയോ നിങ്ങൾക്ക്? കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരിക. ആ കുട്ടിയുടെ പരാതി എന്താണെന്നറിയാമോ? ആ കുട്ടിയുടെ ഭർത്താവിൻ്റെ ഉപ്പ പുറത്ത് സോഫയിലിരിക്കും, എന്നിട്ട് ഉമ്മാനെ ഡീന്ന് വിളിക്കും. അപ്പോൾ ഉമ്മ ചായ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കും. ഉപ്പ എന്ത് ചെയ്യും? ഏകദേശം അരമണിക്കൂറെടുത്ത് ആസ്വദിച്ച് ചായ കുടിക്കും. ചായ കുടിച്ചതിന് ശേഷം അടുത്ത ഡി എന്ന് വിളിക്കുമ്പോൾ ഉമ്മ വന്ന് ആ ഗ്ലാസ് എടുത്ത് കൊണ്ടുപോയി കഴുകി വെക്കും. ഐ വോണ്ട് ഡിവോഴ്സ്. അവൾ പറയാണ്, ഐ വോണ്ട് ഡിവോഴ്സ്, എനിക്ക് ഡിവോഴ്സ് വേണം. ഞാൻ ചോദിച്ചു, നീ വാപ്പാനെ അല്ലല്ലോ കല്യാണം കഴിച്ചത്, വാപ്പാൻ്റെ മോനെയല്ലേ, പിന്നെ എന്തിന് ഡിവോഴ്സ് വേണം? ആ കുട്ടി പറയാ, ഡോക്ടറെ, ഈ ഉപ്പാനെ കണ്ടല്ലേ എൻ്റെ ഇണ പഠിച്ചിട്ടുണ്ടാവുക. എൻ്റെ ഭർത്താവ് ഈ ഉപ്പയെ കണ്ട് പഠിച്ചവനാണ്. അവന് ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും, അവൻ്റെ ഡ്രസ്സ് ഞാൻ അയൺ ചെയ്ത് കൊടുക്കേണ്ടി വരും, അവൻ്റെ ഷൂ ഞാൻ പോളിഷ് ചെയ്ത് കൊടുക്കേണ്ടി വരും, അവൻ കഴിച്ച പാത്രം പോലും ഞാൻ കഴുകി വെക്കേണ്ടി വരുമെന്ന്. കാലം മാറിയില്ലേ? കാലം മാറി. എനിക്ക് 3 ആൺകുട്ടികളാണേ. നേരത്തെ പറഞ്ഞില്ലേ, 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും LKGയിലും പഠിക്കുന്ന 3 ആൺകുട്ടികളാണ്. ഇൻഷാ അല്ലാ ജീവനോടെ ബാക്കിയുണ്ട് എങ്കിൽ, എൻ്റെ തമ്പുരാൻ വിധി കൂട്ടുകയാണ് എങ്കിൽ 3 പെൺകുട്ടികളെ അവർ കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്. അന്ന് വൈകുന്നേരം ക്ലിനിക്ക് അടച്ച് വീട്ടിൽ ചെന്നയുടനെ ചെയ്തത് എന്താണെന്നറിയോ? 3 മക്കളെയും വിളിച്ചു വരുത്തി ഞാൻ പാത്രം കഴുകാൻ പഠിപ്പിച്ചു കൊടുത്തു. കാരണം എനിക്ക് പെൺകുട്ടികൾ ഓരല്ലേ കൊണ്ടുവരുള്ളൂ. ഇപ്പം ചെറുതുണ്ട്, 3.5 വയസ്സായ മോന്. അവൻ പോലും കസേര നീക്കിയിട്ട് സിങ്കിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് എണീറ്റ് നിന്ന് അവൻ്റെ പാത്രം കഴുകി വെക്കും. ഓനും ഉണ്ടാവില്ലേ പെണ്ണെട്ടാൻ പൂതി ഇല്ലേ? ഇതാണ് കാലഘട്ടം. ഇവിടെ മനസ്സിലാക്കണമെങ്കിൽ ഉമ്മ ചായയുണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കുന്നത് ഉപ്പയോടുള്ള സ്നേഹമാണ്. ഉപ്പയുടെ ഡി എന്ന വിളിയിൽ ഉമ്മയോടുള്ള സ്നേഹമാണ് എന്ന് പറഞ്ഞു കൊടുത്തല്ല മനസ്സിലാക്കേണ്ടത്, അത് പകർന്നു കൊടുക്കേണ്ടതാണ്. ഉമ്മ അടുക്കളയിലിരുന്ന് പ്രാഗി പറഞ്ഞാണ് ചായ ഉണ്ടാക്കുന്നത് എങ്കിൽ, ചായ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞ് അടുക്കളയിലിരുന്ന് ഉമ്മയുടെ ജീവിതമോ ഇങ്ങനെ നരകത്തിലായിപ്പോയി എന്ന് ഗദ്ഗതം പറയുന്നുവെങ്കിൽ ഓർക്കേണ്ടതുണ്ട്, മക്കൾക്ക് മുന്നിൽ ഓപ്ഷൻസ് ഒരുപാടാണ്.
ഓപ്ഷൻസ് നിരവധി അനവധിയാണ്. കല്യാണം കഴിക്കേണ്ടതില്ല. ആണിന് പെണ്ണിനെയോ പെണ്ണിന് ആണിനെയോ കല്യാണം കഴിക്കുന്നത് സ്ത്രീയുടെ അടിമത്വമല്ലേ, പുരുഷൻ്റെ മേധാവിത്വമല്ലേ എന്ന് ദിവസവും 2, 3, 4, 5, 10 കേസുകൾ ക്ലിനിക്കിൽ കാണുന്നയാളാണ്. അതുകൊണ്ട് ഉണർത്തുകയാണ്, അത് വീടുകളിൽ പഠിപ്പിച്ചു കൊടുക്കണം. ആ മാതൃക പരിശുദ്ധ ഇസ്ലാം മതം മാത്രമാണ് നൽകുന്നത് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. മറ്റൊരു മതത്തിലും ഹലാലും ഹറാമും ഇല്ല. നോക്കൂ, ഒരു പെണ്ണിന് വിവാഹം കഴിക്കുന്നതിൽ, ആണിനെ സ്നേഹിക്കുന്നതിലോ കല്യാണം കഴിക്കുന്നതിലോ ഹോമോസെക്ഷുവാലിറ്റിയിലോ മറ്റൊരു ശാസ്ത്രത്തിനും ഒരു പ്രശ്നവുമില്ല. അംഗീകരിക്കുകയാണ്. നമ്മുടെ നിയമവ്യവസ്ഥ പോലും അതിനെ അംഗീകരിക്കുന്ന കാലഘട്ടം വരുമ്പോൾ അതിനെ ഹറാമാക്കിയ മതം നമ്മുടെ മതമല്ലേ? ഞാനൊരു അനുഭവം പങ്കുവെക്കുകയാണ്. ഒരിക്കൽ എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ വളരെയധികം ചാരിതാർത്ഥ്യം തോന്നിയ, സന്തോഷം തോന്നിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. 40 വയസ്സ് പ്രായമുള്ള ഒരാൾ ക്ലിനിക്കിൽ കൗൺസിലിങ്ങിന് വരികയാണ്. അയാളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ശരീരം കൊണ്ട് വ്യക്തമായ ഒരു പുരുഷനാണ് എങ്കിലും സംസാരത്തിലും നടത്തത്തിലും പെരുമാറ്റത്തിലും സ്ത്രൈണത കലർന്ന രൂപമായിരുന്നു. കല്യാണം കഴിഞ്ഞ് 2 മക്കളുള്ള ആളായിരുന്നു. അദ്ദേഹത്തെ സ്വവർഗരതി എന്ന് പറയുന്ന വിഷം വമിക്കുന്ന ആ കാര്യത്തിന് വേണ്ടി പലരും ഉപയോഗപ്പെടുത്തുകയാണ്. സങ്കടം സഹിക്കാൻ പറ്റാതെ, ചെറുത്ത് നിർത്താൻ സാധിക്കാതെ കൗൺസിലിങ്ങിന് വരികയാണ്. എൻ്റെ മുൻപിൽ വലിയ ചോദ്യചിഹ്നമായി നിന്നിരുന്ന ഒരു കേസായിരുന്നു. അൽഹംദുലില്ലാ 4 സിറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തിന് അദ്ദേഹം പൂർണ്ണമായും അതിൽ നിന്ന് മാറ്റപ്പെട്ടു. പരിശുദ്ധ ഇസ്ലാം മതത്തിൻ്റെ, ഇസ്ലാം നിഷ്കർഷിക്കുന്ന ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നത് അൽഹംദുലില്ലാ വലിയ സന്തോഷം നിറഞ്ഞൊരു കാര്യമായിരുന്നു. പക്ഷേ ദുഃഖം മറ്റൊന്നാണ്. 2 ആഴ്ചകൾക്ക് ശേഷം അയാൾ വീണ്ടും ക്ലിനിക്കിൽ വന്ന് പൊട്ടി കരഞ്ഞിട്ട് പറയാണ്, ഡോക്ടറെ, ഞാൻ വീണ്ടും പഴയ പോലെയായി എന്ന്. സങ്കടം വന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്ന മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഒരുപാട് തെറാപ്പികൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അതൊക്കെ ചെയ്തിരുന്നു. പക്ഷേ മെഡിക്കൽ കോളേജിൽ ഫ്രീ കൗൺസിലിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ ചെന്നു. മെഡിക്കൽ കോളേജിൽ ഫ്രീ കൗൺസിലിംഗ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഫ്രീ കൗൺസിലിംഗ് ആണല്ലോ, ഒന്ന് പോയി അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നതാണ്. അവിടെ ചെന്ന് ഡോക്ടറോട് ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്കിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതിനെന്താ കുഴപ്പം? അത് തെറ്റായൊരു കാര്യമല്ലല്ലോ, അത് നിങ്ങളുടെ ഇഷ്ടമല്ലേ? അത് നിങ്ങൾക്കിഷ്ടമുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ അതിൽ നിന്നും വിട്ടു നിൽക്കാമെന്ന്. ഒരൊറ്റ നിമിഷത്തെ ചോദ്യം കൊണ്ട് അതിനെന്താ കുഴപ്പം, അത് പ്രശ്നമുള്ള ഒരു കാര്യമല്ലല്ലോ എന്നൊരു ചോദ്യത്തിൽ നിന്നും മനസ്സ് മാറുകയാണ്. അതാണ് നമ്മുടെ കാലം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ കാലം. അതിനെയൊന്നും തെറ്റായി പരിഗണിക്കുന്നില്ല. നോക്കൂ, അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു സൈക്യാട്രിക് ഡിസീസസ് ക്ലാസിഫൈ ചെയ്യുന്ന SDM എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൽ ഈ അസുഖങ്ങളുടെ കൂട്ടത്തിലായിരുന്നു ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്ന അസുഖത്തെ ഉൾപ്പെടുത്തിയിരുന്നത്. അതായത് ജെൻഡർ ന്യൂട്രാലിറ്റി. ഞാനിപ്പോൾ പറയാണ്, ഡോക്ടർ ഫർഹാൻ നൗഷാദ് ഇപ്പോൾ മുതൽ ആണാണ് എന്ന്. ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റൂല. എൻ്റെ ഇണ വന്ന് പറയാണ്, എൻ്റെ ഉമ്മയും ഉപ്പയും വന്ന് പറയാണ്, അല്ല മോളെ നീ പെണ്ണല്ലേന്ന്. എനിക്ക് കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം. കാരണം എനിക്ക് അനുവാദമുണ്ട് എനിക്ക് തോന്നുന്ന ജെൻഡർ സ്വീകരിക്കാൻ. അതാണ് ജെൻഡർ പൊളിറ്റിക്സ്. പക്ഷേ അന്ന് ഈ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്ന അസുഖം, എൻ്റെ ജെൻഡർ, ഞാൻ പെണ്ണാണെങ്കിൽ എനിക്ക് ആണാണ് എന്ന തോന്നൽ, ഞാൻ ആണാണെങ്കിൽ എനിക്ക് പെണ്ണാണ് എന്ന തോന്നൽ, അത് മാനസിക രോഗമാണ് എന്ന് ക്ലാസിഫൈ ചെയ്തിരുന്ന ആ സാഹചര്യത്തിൽ നിന്നും അത് മാറ്റപ്പെട്ടു. ഈ ജെൻഡർ പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് ആക്ടിവിസ്റ്റ് അതിൻ്റെ പിറകെ നടക്കുകയും അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സമരങ്ങൾ ചെയ്തുകൊണ്ട് SDM എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ നിന്നും അത് രോഗമല്ലാത്ത ഒരവസ്ഥയാണ് എന്ന് പറയുകയും അതിൽ നിന്ന് ആ എണ്ണത്തിൽ നിന്ന് അത് മാറ്റുകയും ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്, ആ കാലഘട്ടത്തിലേക്കാണ് നമ്മളെ മക്കളെ പ്രസവിച്ചിട്ട് കൊടുക്കുന്നത്. അവർ കേൾക്കുന്നതും കാണുന്നതുമെല്ലാം വിഷം വമിക്കുന്ന ഇത്തരം തിയറികളാണ്.
നമ്മളെ മക്കളുടെ മനസ്സ് മാറുന്നത്, അവരുടെ പ്രവൃത്തികൾ മാറുന്നത്, അവരുടെ ചിന്തകൾ മാറുന്നത് ഒരു കൗൺസിലർക്കോ ഡോക്ടർക്കോ അല്ല ആദ്യം മനസ്സിലാകുക, അത് ഉമ്മാക്കും ഉപ്പാക്കുമാണ്. ആ കുഞ്ഞിൻ്റെ വീട്ടിലുള്ള, ആ കുഞ്ഞിൻ്റെ എൻവിയോൺമെൻറ്റ് എന്നറിയപ്പെടുന്ന ആ കുഞ്ഞിൻ്റെ വീട്ടിലുള്ള ബന്ധങ്ങൾക്കാണ്, ആ കുഞ്ഞിൻ്റെ വീട്ടിലുള്ള ഉമ്മാക്കും ഉപ്പാക്കും വല്യമ്മാക്കും വല്യപ്പാക്കും അല്ലെങ്കിൽ മറ്റു ബന്ധുക്കൾക്കുമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കൗൺസിലർ അടുത്തേക്കല്ല കൊണ്ടുപോവേണ്ടത്. ആ ആവശ്യം വരില്ല, കൗൺസിലറെ ബന്ധപ്പെടേണ്ട ആവശ്യം വരികയില്ല. യഥാസമയത്ത് മക്കളുടെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ, അത് മനസ്സിലാക്കണമെങ്കിൽ ബന്ധങ്ങൾ ഊഷ്മളമാവണം. ഇണകൾക്കുള്ളിൽ, കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്കുള്ളിലുള്ള ബന്ധം മനോഹരമാവണം. നിങ്ങൾ പരസ്പരം ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും സംതൃപ്തി അടയുവാനും വേണ്ടി നിങ്ങളെ ഞാൻ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്ന വാഗ്ദാനമാണ്. നാം ഓർക്കേണ്ടതുണ്ട്, എൻ്റെ കുഞ്ഞിന് ഞാനും എൻ്റെ ഇണയും സന്തോഷവും സംതൃപ്തിയും ആനന്ദവുമാണോ നൽകുന്നത്? ഒരു കുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവരുമ്പോൾ ആ കുഞ്ഞിന് +2 പഠിക്കുന്ന മോളാ, അവൾക്ക് ഛർദിയാണ്. എന്ത് കഴിക്കുമ്പോൾ അവളെ ഛർദിക്കുകയാണ്. കഴിഞ്ഞ 18 വർഷമായി, ഈ ജനിച്ച അന്ന് മുതൽ 3 വയസ്സ് മുതൽ ഈ സമയം വരെ അവളെ ചികിത്സിക്കാത്ത ഇടങ്ങളില്ല. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സകല ടെസ്റ്റുകളും ചെയ്തു, എൻഡോസ്കോപ്പി ചെയ്തു, കൊളോണോസ്കോപ്പി ചെയ്തു, ഈവൻ ബയോപ്സി പോലും എടുത്തു. പക്ഷേ എല്ലാത്തിൻ്റെയും റിപ്പോർട്ട് നോർമലാണ്, ഒന്നിലൊരു കുഴപ്പമില്ല. അവസാനം ഡോക്ടർ പറയുകയാണ്, നിങ്ങൾ ഒരു കൗൺസിലറെ കൂടി ബന്ധപ്പെടുക. കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു, സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആ കുട്ടി പറയുകയാണ്, ചെറിയ പ്രായത്തിൽ കുഞ്ഞുകുട്ടിയായിരിക്കുന്ന സമയത്ത് ഓർമ്മ വെച്ച കാലം മുതലേ ഉമ്മയും ഉപ്പയും എപ്പോഴും പ്രശ്നമാണ്, അവർ തമ്മിൽ എപ്പോഴും അടിയാണ്. അന്ന് കുഞ്ഞു പ്രായത്തിൽ, ചെറിയ പ്രായമായ സമയത്ത് ഉമ്മയും ഉപ്പയും തമ്മിൽ പ്രശ്നം തുടങ്ങുമ്പോൾ ഉമ്മ എന്ത് ചെയ്യും, ഇവൾക്ക് ഒരു പാത്രത്തിൽ കുറച്ച് ഭക്ഷണം ഇട്ട് കൊടുക്കും. 3 വയസ്സുള്ള സമയത്ത് അവൾ ആ ഭക്ഷണം കഴിക്കും. അവൾ ഓരോ വറ്റായി എടുത്തെടുത്ത് കഴിക്കുമായിരുന്നു. ഇവർ ബഹളം വയ്ക്കുമ്പോൾ, ഇവർ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അവിടെ നിന്നും ശ്രദ്ധ അവളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ കുഞ്ഞ് കരയും. പക്ഷെ ഉമ്മ മൈൻഡ് ചെയ്യൂല, ഉമ്മ മൈൻഡ് ചെയ്യുമായിരുന്നില്ല. അങ്ങനെ ഉപ്പയുടെ ശ്രദ്ധ അവളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്തു? ഛർദ്ദിക്കാൻ തുടങ്ങി. ഛർദി വരാണ്ട് തന്നെ അവൾ സ്വമേധയാ ഛർദ്ദിപ്പിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഛർദ്ദിക്കുമ്പോൾ എന്ത് ചെയ്യും? ഉമ്മ ഓടി വരും, അവൾ എടുക്കും, അവളെ ശ്രദ്ധിക്കും. ഇത് അവളൊരു ശീലമാക്കി മാറ്റി. അവസാനം ഛർദ്ദിച്ച് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ആമാശയത്തിൽ ഭക്ഷണം അങ്ങോട്ടേക്ക് മാത്രം ഇറങ്ങുക എന്നൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തെ ശരീരം തന്നെ ഇങ്ങനെ ചെയ്ത് ആ സിസ്റ്റത്തിന് പ്രശ്നം വരികയും പിന്നീട് എന്ത് കഴിക്കുമ്പോഴും ഛർദ്ദിക്കാൻ തോന്നുക എന്നൊരവസ്ഥയിലേക്ക് അവൾ എത്തുകയും ചെയ്തു. നോക്കൂ, ഇതൊരു ഉദാഹരണമാണ് എങ്കിൽ ഇതുപോലെയുള്ള നിരവധി ഉദാഹരണങ്ങളാണ് ഓരോ ദിവസവും കാണാറുള്ളത്. എല്ലാത്തിൻ്റെയും ബേസിക് എന്താണ്? വീട്ടിൽ ധാർമ്മികത നൽകുക. നാം പഠിച്ച കാര്യങ്ങൾ, നാം എല്ലാവരും മദ്രസയിൽ പോയി എന്താണ് ഇസ്ലാം മതം എന്ന് പഠിച്ചവരാണ്. ഇപ്പോഴും വായിക്കുന്നു, ഇപ്പോഴും കേൾക്കുന്നു, ഇപ്പോഴും നാം പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താണ് ഇസ്ലാമിൽ? ഇറ്റ്സ് ആൻ ഐഡിയോളജി. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയാണ്. പുഞ്ചിരി പോലും സ്വതക്കയാക്കിയ മതമാണ് എങ്കിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ആ രീതി അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് എങ്കിൽ നമ്മുടെ മക്കൾ മറ്റൊരു ലഹരികളിലേക്കും മറ്റൊരു ആനന്ദങ്ങളിലേക്കും വഴിതെറ്റിപ്പോവാതെ ആ പട്ടത്തിൻ്റെ ഒരറ്റം നമ്മുടെ കൈകളിൽ തന്നെ മുറുകെ പിടിക്കാൻ സാധിക്കുമെന്ന് ഞാനും നിങ്ങളും ഓർക്കേണ്ടതുണ്ട്. ഖുർറത്തൈൻ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നമ്മുടെ മക്കളും കുടുംബവും കുളിർമയേകുമാറ് പടച്ചവൻ സംവിധാനിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.